Okay, good evening everyone. So today we are going to look about the universe. Okay, before that, you can subscribe to all Unacademy Plus subscriptions with 10% of using my referral code Paulson Baby. Okay, so നമ്മൾ ഇന്ന് KS എക്സാമിന്റെ KSനും അതുപോലെ UPSCക്കും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്. അപ്പോൾ ബേസിക്കലി ചില ടേംസ് സ്പെസിഫിക് ആയിട്ടാണ് സാധാരണഗതിയിൽ UPSCക്ക് യൂണിവേഴ്സ് എന്നൊരു കോൺസെപ്റ്റിൽ നിന്ന് ചോദ്യങ്ങൾ വരാറ്. KS എക്സാമിനും അതേ ഒരു രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു എന്താ പറയുക, ഒരു ഡിഗ്രി ലെവലിലോ അല്ലെങ്കിൽ നമ്മളൊരു റീസെർച്ച് ചെയ്യുന്ന ലെവലിലോ ഒന്നും നമുക്ക് ഇതിനെക്കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല. ബേസിക്കലി ഒരു എക്സാം പെർസ്പെക്റ്റീവ് മാത്രം മതി. അതുകൊണ്ട് ബേസിക്സ് ആയിട്ടുള്ള കാര്യം, യൂണിവേഴ്സിനെ കുറിച്ചുള്ള ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുക എന്നതാണ് നമ്മൾ ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ an introduction about the universe. So universe എന്ന് പറഞ്ഞാൽ basically എന്താണ്? It is all existing matter and space, and it is incomprehensibly large beyond our mental grasp. And the universe consists of both physical and non-physical components. Physical components എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? Subatomic particles like electrons, protons, അതുപോലെ പ്ലാനറ്റ്സ്, സ്റ്റാർസ്, ഗാലക്സീസ്, അങ്ങനെ എല്ലാം ഫിസിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഫിസിക്കൽ കമ്പോണൻസിൽ വരുന്നത്. നോൺ ഫിസിക്കൽ ആയിട്ടുള്ള കമ്പോണൻസ് ആണ് ഗ്രാവിറ്റി, ലൈറ്റ്, സ്പേസ് എക്സെട്ര. ആൻഡ് ഓൾമോസ്റ്റ് എല്ലാ കോസ്മോളജിസ്റ്റുകളും തന്നെ ബിലീവ് ചെയ്യുന്നത് യൂണിവേഴ്സ് തുടങ്ങുന്നത്, ദ ഒറിജിൻ ഓഫ് ദ യൂണിവേഴ്സ് വാസ് അബൌട്ട് 13.8 ബില്യൺ ഇയേഴ്സ് അഗോ ഇൻ ആൻ ഇവന്റ് കോൾഡ് ആസ് ദ ബിഗ് ബാങ്. ഇപ്പോൾ ബിഗ് ബാങ് തിയറി നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളതായിരിക്കാം. ബിഗ് ബാങ് തിയറിയാണ് യൂണിവേഴ്സിന്റെ ഒറിജിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ബിഗ് ബാങ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ജൈജാന്റിക് എക്സ്പ്ലോഷൻ ആണ്. ആ ബാങ് എന്ന് കാണിക്കുന്നത് തന്നെ എക്സ്പ്ലോഷൻ എന്ന ആ ടേമിനെ ഉദ്ദേശിക്കാൻ, ആ ഒരു കോൺസെപ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ആ ബാങ് എന്ന് പറയുന്ന ഒരു term തന്നെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ ബിഗ് ബാങ് മീൻസ് it's huge, okay, a huge explosion that caused all matter to expand in all directions to form galaxies, stars, etc. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ബിഗ് ബാങ് എന്താണെന്ന് നമുക്ക് കാണാം. ആൻഡ് ദ യൂണിവേഴ്സ് അറ്റ് പ്രസന്റ് is said to possess about 100 billion galaxies and each comprising an average of 100 billion stars. അപ്പോൾ നമ്മുടെ ഒരു ധാരണയാണ് ഇതിലും കൂടുതലാവാനേ സാധ്യതയുള്ളൂ. ഇപ്പോൾ ബേസിക്കലി നമ്മൾ പറയുമ്പോൾ ഒരു 100 ബില്യൺ ഗാലക്സീസ്, 100 ബില്യൺ എന്ന് പറയുന്നത് തന്നെ ഹ്യൂമൻലി ഇറ്റ് ഈസ് ഇൻകോംപ്രിഹെൻസിബിൾ. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് സാധിക്കത്തില്ല. ബട്ട് സ്റ്റിൽ വി സേ ദാറ്റ് it's more than 100 billion galaxies and each galaxies contains an average of 100 billion stars. നമ്മുടെ ഗാലക്സി ഏതാണ്? നമ്മുടെ ഗാലക്സി മിൽക്കി വേ ഗാലക്സിയാണ്. മിൽക്കി വേ ഗാലക്സിയിലും ഒരു ആവറേജ് 100 ബില്യൺ ടു 400 ബില്യൺ സ്റ്റാർസ് കാണുമെന്ന് നമ്മൾ ഊഹിക്കുന്നു. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് UPSC 2017 ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ യൂണിവേഴ്സ് എന്ന കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ കാണുന്നത്? സോ ദ ടേംസ് ഇവന്റ് ഹൊറൈസൺ, സിംഗുലാരിറ്റി, സ്ട്രിംഗ് തിയറി and standard model are sometimes seen in use in the context of option A, observation and understanding of the universe; option B, study of the solar and the lunar eclipses; option B, placing satellites in the orbit of the earth; and option D, origin and evolution of living organisms on the earth. Okay, സോ കുറച്ച് ടേംസ് സാധാരണ ന്യൂസിൽ മെൻഷൻ ചെയ്തു വരുന്ന കുറച്ച് ടേംസ് ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. എന്തുമായി ബന്ധപ്പെട്ടാണ് ഈ ടേംസ് സാധാരണ നമ്മൾ കാണുന്നത്? Okay, so the answer is A, observation and understanding of the universe. യൂണിവേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഇങ്ങനത്തെ ഇവന്റ് ഹൊറൈസൺ, സിംഗുലാരിറ്റി, സ്റ്റാൻഡേർഡ് മോഡൽ, സ്ട്രിംഗ് തിയറി എന്നൊക്കെ കേൾക്കുന്നത്. സിംഗുലാരിറ്റി, ഇവന്റ് ഹൊറൈസൺ ഇതൊക്കെ ബ്ലാക്ക് ഹോൾസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. സ്ട്രിംഗ് തിയറി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന പുതിയൊരു കോൺസെപ്റ്റാണ് മൾട്ടിവേഴ്സ്. നമ്മൾ യൂണിവേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ മൾട്ടിവേഴ്സ്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് യൂണിവേഴ്സസ് ഉണ്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടാണ് സ്ട്രിംഗ് തിയറി ഒക്കെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഇടയ്ക്ക് ന്യൂസുകളിലും മറ്റും മെൻഷൻ ചെയ്ത് വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റിൽ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ബിഗ് ബാങ് എന്താണെന്ന് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് വേണം. ബിഗ് ബാങ്ങിനെ കുറിച്ച് നമുക്ക് നോക്കാം. സോ ബിഗ് ബാങ് ഇസ് എ തിയറി വിച്ച് എക്സ്പ്ലെയിൻസ് ദി ഒറിജിൻ ഓഫ് ദ യൂണിവേഴ്സ്. ആൻഡ് ഈ ഐഡിയ, അതായത് ബിഗ് ബാങ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, ഒരു യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഒരു സിംഗിൾ പോയിന്റിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്.
ആ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ ഒരു എക്സ്പ്ലോഷൻ നടന്നു. ആ എക്സ്പ്ലോഷനിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങിയതാണ് യൂണിവേഴ്സ്. ഓക്കെ, ഒരു എക്സ്പ്ലോഷൻ നടന്നു. ആ എക്സ്പ്ലോഷൻ ഒരു സിംഗിൾ പോയിന്റിൽ നടന്ന ഒരു ഹ്യൂജ് എക്സ്പ്ലോഷൻ. ആ എക്സ്പ്ലോഷന്റെ ആ പോയിന്റ് മുതൽ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യാനും സ്ട്രെച്ച് ചെയ്യാനും തുടങ്ങി. ആൻഡ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി സ്ട്രെച്ചിങ് ആൻഡ് എക്സ്പാൻഡിങ് റൈറ്റ് നൗ. നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, ആൻഡ് ഈ ഐഡിയ ദ ബിഗ് ബാങ് എന്ന് പറയുന്ന ഈ ഒരു ഐഡിയ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്യുന്നത് ഒരു ബെൽജിയൻ കാത്തലിക് പ്രീസ്റ്റ് ആൻഡ് എ കോസ്മോളജിസ്റ്റ് കോൾഡ് ആസ് ജോർജസ് ലെമാട്രി 1927 ഈ സയന്റിസ്റ്റ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, so Big Bang explains the birth of the universe, and it states that at some moment all of space was contained in a single point of very high density and a very high temperature state from which the universe has been expanding in all directions ever since. അപ്പോൾ ഒരു സിംഗിൾ പോയിന്റ്, ഒരു ഹൈ ഡെൻസിറ്റി ഹൈ ടെമ്പറേച്ചർ, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും സാധിക്കാത്ത വണ്ണം ഹൈ ഡെൻസിറ്റി ആൻഡ് ഹൈ ടെമ്പറേച്ചർ സ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന എന്തോ ഒരു വസ്തു, അതെന്താണെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. ആ വസ്തു എന്ത് ചെയ്തു? ആ വസ്തു ഒരു എക്സ്പ്ലോഷൻ നടന്നു. അവിടെ ആ വസ്തുവിൽ ഒരു എക്സ്പ്ലോഷൻ നടന്ന് ആ വസ്തു പിന്നീട് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, യൂണിവേഴ്സിൽ എക്സ്പാൻഡ്, എല്ലാ ഡയറക്ഷനിലേക്കും എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഒറിജിൻ ഓഫ് ദ യൂണിവേഴ്സ്, ഈ ബിഗ് ബാങ് നടന്ന ആ യൂണിവേഴ്സിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഈ ബിഗ് ബാങ്കിൽ നിന്നാണ്. ഈ ബിഗ് ബാങ് നടന്നത് 13.8 ബില്യൺ ഇയേഴ്സ് എഗോ ആണെന്നാണ് നമ്മൾ അപ്രോക്സിമേറ്റ്ലി പറയുന്നത്. നമ്മൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഈ ടൈം എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ബിഗ് ബാങ്കിലൂടെയാണ്. ബിഗ് ബാങ് എക്സ്പ്ലെയിൻസ് ദ ഒറിജിൻ ഓഫ് സ്പേസ്, മാറ്റർ ആൻഡ് ടൈം. നമ്മുടെ റിയാലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, നമുക്കൊരു റിയാലിറ്റി ഉണ്ട്. ആ റിയാലിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? സ്പേസിന്റെയും മാറ്ററിന്റെയും അതുപോലെ ടൈമിന്റെയും അടിസ്ഥാനത്തിലാണ്. ഈ മൂന്ന് വസ്തുക്കൾ നമുക്ക് പറയാൻ സാധിക്കത്തില്ല, എന്നാലും ഈ മൂന്ന് ഡയമെൻഷൻസും, സ്പേസ്, മാറ്റർ ആൻഡ് ടൈം, ഈ മൂന്ന് ഡയമെൻഷൻസും എക്സിസ്റ്റൻസിലേക്ക് വരുന്നത് തന്നെ ബിഗ് ബാങ് എന്ന് പറയുന്ന ആ ഒരു ഇവന്റിലൂടെയാണ്. അതിനു മുമ്പ് ടൈം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല, മാറ്റർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല, സ്പേസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും ഇല്ല. അങ്ങനെ ഒരു കോൺസെപ്റ്റ് മനുഷ്യന് ഹ്യൂമൻലി നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ആദ്യമേ പറയുന്നത് ഇറ്റ് ഈസ് ബിയോണ്ട് മെന്റൽ ഗ്രാസ്പ്. ഓക്കെ, അപ്പൊ ആ മൂന്ന് നമ്മൾ റിയാലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഈ മൂന്ന് ഡയമെൻഷൻസും ബിഗ് ബാങ്കിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ആഫ്റ്റർ ദ ഇനീഷ്യൽ എക്സ്പാൻഷൻ, അതായത് ആ ബിഗ് ബാങ് നടന്നതിന് ശേഷം ഒരു എക്സ്പാൻഷൻ ആണല്ലോ നടക്കുന്നത്. എക്സ്പ്ലോഷൻ നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു എക്സ്പാൻഷൻ ആണ് നടക്കുന്നത്, ഒരു ഇൻഫ്ലേഷൻ ആണ് നടക്കുന്നത്. ആ ഇനീഷ്യൽ എക്സ്പാൻഷന് ശേഷം യൂണിവേഴ്സ് സഫീഷ്യൻ്റ്ലി, ആ ഫോം ചെയ്തിരിക്കുന്ന പ്രൈമോഡിയൽ ആയിട്ടുള്ള ആ യൂണിവേഴ്സ് ഒന്ന് കൂൾ ഡൗൺ ചെയ്തു. സഫീഷ്യൻ്റ്ലി ഒന്ന് കൂൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ സബാറ്റമിക് പാർട്ടിക്കിൾസ് ഫോം ചെയ്യാൻ തുടങ്ങി. ആ സബാറ്റമിക് പാർട്ടിക്കിൾസ് പിന്നീട് കോയലൈസ് ചെയ്ത് ആറ്റംസ്, സിമ്പിൾ ആയിട്ടുള്ള ആറ്റംസ് ഫോം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മെജോറിറ്റി ഓഫ് ദ ആറ്റംസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബിഗ് ബാങ് വെർ ഹൈഡ്രജൻ ആൻഡ് ഹീലിയം അലോങ് വിത്ത് ട്രേസ് അമൗണ്ട്സ് ഓഫ് ലിഥിയം ആൻഡ് ബെറിലിയം. അപ്പൊ ഇന്നും പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെന്റ്സ് എന്ന് പറയുന്നത് ഹൈഡ്രജനും ഹീലിയവുമാണ്. അതാണ് ബിഗ് ബാങ്കിലൂടെയും ആദ്യമായി പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ആറ്റംസ്. അതിനുശേഷം ഒരു ലിഥിയവും ബെറിലിയവും ചെറിയ ട്രേസ് അമൗണ്ട്സിൽ ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് ജൈന്റ് ക്ലൗഡ്സ് ഓഫ് ദീസ് പ്രമോഡിയൽ എലമെന്റ്സ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഹീലിയം later coalesced through gravity to form stars and galaxy. അപ്പോൾ ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു നോൺ ഫിസിക്കൽ കമ്പോണന്റും എക്സിസ്റ്റൻസിലേക്ക് വരുന്നുണ്ട് ബിഗ് ബാങ്കിലൂടെ. അപ്പോൾ ആ ഗ്രാവിറ്റിയുടെ എഫക്റ്റ് മൂലവും ഹൈഡ്രജനും ഹീലിയവും കോയലൈസ് ചെയ്ത് സ്റ്റാർസ് ഫോം ചെയ്യുന്നു. സ്റ്റാർസ് പിന്നീട് ഗാലക്സീസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? ഒരുപാട് സ്റ്റാർസിന്റെ ഒരു കൂട്ടായ്മയാണ് ഗാലക്സീസ്. അപ്പോൾ സ്റ്റാർസ് ഫോം ചെയ്യുന്നു, ഗാലക്സീസ് ഫോം ചെയ്യുന്നു. അങ്ങനെ യൂണിവേഴ്സിൽ കാണപ്പെടുന്ന എല്ലാ ആസ്ട്രോളജിക്കൽ ഒബ്ജക്ട്സും ഫോം ചെയ്യപ്പെടുന്നു. ഓക്കെ, ആൻഡ് according to Big Bang theory, the universe ever since its birth is expanding in all directions. Okay, expand ചെയ്തുകൊണ്ടേയിരിക്കുന്നു, കണ്ടിന്യൂസ് ആയിട്ട് അത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ എക്സ്പാൻഷൻ ഓഫ് ദ യൂണിവേഴ്സും ഈ പറയുന്ന ജോർജസ് ലെമാട്രയുടെ തിയറിയിൽ, ആ കോൺസെപ്റ്റിൽ, ബിഗ് ബാങ് എന്ന തിയറിയിലൂടെ അദ്ദേഹവും ഈ കോൺസെപ്റ്റ് മുമ്പോട്ട് വെച്ചിരുന്നു. എനിവേ, പക്ഷേ എക്സ്പാൻഷൻ ഓഫ് ദ യൂണിവേഴ്സ് പ്രൂവ് ചെയ്തത് ഹബിൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ ഹബിൾ ടെലിസ്കോപ്പ് അദ്ദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, so this is the simple explanation of the Big Bang theory. First stage, the cosmos, time begins. Big Bang lode time ennu parayuna concept start cheyunu. Okay, the cosmos goes through a super fast inflation, expanding from the size of an atom to that of a grapefruit in a tiny fraction of a second.
Second stage, post-inflation, the universe is a seething hot soup of electrons, quarks, and other subatomic particles. And third state, a rapidly cooling cosmos permits quarks to clump into protons and neutrons. Fourth state, still too hot to form into atoms, charged electrons and protons prevent light from shining. The universe is a super hot fog. Fifth state, electrons combine with protons and neutrons to form atoms, mostly hydrogen and helium. Light can shine finely. And sixth state, gravity makes hydrogen and helium gas coalesce to form a giant cloud that will become galaxies. Smaller clumps of gas collapse to form the first stars. And seventh state, 15 billion years ago, 15 billion years after, as galaxies cluster together under gravity, the first stars die and spew heavy elements into space. Those will eventually turn into new stars and planets. Okay, so it's continuing. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. എക്സാം പെർസ്പെക്റ്റീവിൽ സിമ്പിൾ ആയിട്ട് ബിഗ് ബാങ് എന്താണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, സോ ദ എക്സ്പാൻഷൻ ഓഫ് ദി യൂണിവേഴ്സ് അല്ലെങ്കിൽ എക്സ്പാൻഡിങ് യൂണിവേഴ്സ് എന്ന് പറയുന്ന അത് ഡിസ്കവർ ചെയ്തത് എഡ്വിൻ ഹബിൾ എന്ന് പറയുന്ന അമേരിക്കൻ ആസ്ട്രോണമർ ആണ് ഇൻ 1929. Okay, the American astronomer Edwin Hubble and others discovered in 1929 that the universe is expanding by showing that most galaxies are receding from the Milky Way, and the farther away they are, the faster they are receding. Okay, galaxies എല്ലാം തന്നെ മിൽക്കി വേ നമ്മളായിരിക്കുന്ന മിൽക്കി വേ ഗാലക്സിയിൽ നിന്ന് മറ്റ് ഗാലക്സീസ് റിസീഡ് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ യൂണിവേഴ്സിന്റെ എക്സ്പാൻഷൻ അദ്ദേഹം പ്രൂവ് ചെയ്തത്. Okay, and this idea, thus they supported the idea of Big Bang and the expanding universe thought by Lemaitre in 1927. അപ്പോൾ ജോർജസ് ലെമാട്രെ ഈ ബിഗ് ബാങ് എന്ന് പറയുന്ന ഐഡിയയും എക്സ്പാൻഡിങ് യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു ഐഡിയയും മുന്നോട്ട് വെച്ചപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ എക്സ്പാൻഷൻ ഓഫ് ദ യൂണിവേഴ്സ് 2 വർഷത്തിന് ശേഷം 1929 എഡ്വിൻ ഹബിൾ പ്രൂവ് ചെയ്തത്. ഓക്കെ, ആൻഡ് എഡ്വിൻ ഹബിൾ ഇത് പ്രൂവ് ചെയ്തത് എങ്ങനെയാണ്? ഇത് നമ്മൾ ഫിസിക്സിൽ 12th സ്റ്റാൻഡേർഡിലും 11th സ്റ്റാൻഡേർഡിലും ഒക്കെ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഡോപ്ലർ ഷിഫ്റ്റ്. ഓക്കെ, അല്ലെങ്കിൽ റെഡ് ഷിഫ്റ്റ് ഓർ ബ്ലൂ ഷിഫ്റ്റ്. ഈ ഒരു കോൺസെപ്റ്റിലൂടെയാണ് അദ്ദേഹം എക്സ്പാൻഷൻ ഓഫ് ദ യൂണിവേഴ്സ് പ്രൂവ് ചെയ്തത്. ആൻഡ് റെഡ് ഷിഫ്റ്റ് ആൻഡ് ബ്ലൂ ഷിഫ്റ്റ് ഡിസ്ക്രൈബ്സ് ഹൗ ലൈറ്റ് ചേഞ്ചസ് ആസ് ഒബ്ജക്ട്സ് ഇൻ സ്പേസ് സച്ച് ആസ് എ സ്റ്റാർ ഓർ എ ഗാലക്സി മൂവ് ക്ലോസർ ഓർ ഫാർദർ അവേ ഫ്രം അസ്. ഓക്കെ, അപ്പോൾ ഒരു ഒബ്ജക്റ്റ് നമ്മളിൽ നിന്ന് അകന്നു പോവുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഒബ്സർവർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എർത്ത് ആണ് ഇപ്പോൾ ഒബ്സർവർ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ എർത്തിലുള്ള ഒരാൾ ഒബ്സർവർ നോക്കുമ്പോൾ ഒരു ഒബ്ജക്റ്റ് എർത്തിൽ നിന്ന് അകന്നു പോവുകയാണെങ്കിൽ, എർത്തിൽ നിന്ന് എവേ മൂവ് ചെയ്യുകയാണെങ്കിൽ ഡോപ്ലർ ഷിഫ്റ്റ് നടക്കുകയാണ്. അതായത് ലോവർ ഫ്രീക്വൻസിയിലേക്ക് ഒരു ഷിഫ്റ്റ് നടക്കും. അതായത് ലൈറ്റ് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ലൈറ്റ് റെഡ് എൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതായത് ലോവർ ഫ്രീക്വൻസിയാണ് റെഡ് എൻഡ് കാണിക്കുന്നത്. ഓക്കെ, അതായത് ലോവർ ഫ്രീക്വൻസി പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താണ്, വേവ് ലെങ്ത് ഹൈ ആണ്. ഓക്കെ, അപ്പോൾ ഈ ലോവർ ഫ്രീക്വൻസി റെഡ് എൻഡ് ഓഫ് ദ സ്പെക്ട്രത്തിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അത് കാണിക്കുന്നത് എന്താണ്, ആ ഒബ്ജക്റ്റ് നമ്മിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ആ റെഡ് ഷിഫ്റ്റ് കാണിക്കുന്നത്. ഇനി ബ്ലൂ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാലോ, നമ്മൾ ഒബ്സർവറിന്റെ അടുത്തേക്ക് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഓക്കെ, ഇപ്പോൾ ഒരു സ്റ്റാറോ ഒരു ഗാലക്സിയോ എർത്തിൽ നിൽക്കുന്ന ഒരു ഒബ്സർവറിന്റെ അടുത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇഫ് ഇറ്റ് കംസ് ക്ലോസർ ടു അസ്, നമ്മുടെ ഈ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ എന്ത് സംഭവിക്കും, അത് ഹൈ എൻഡ് ഓഫ് ദ സ്പെക്ട്രം, അതായത് ബ്ലൂ എൻഡ് ഓഫ് ദ സ്പെക്ട്രത്തിലേക്ക് നീങ്ങും. അതായത് ഹൈ ഫ്രീക്വൻസിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഹൈ ഫ്രീക്വൻസിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്കിത് മനസ്സിലാക്കാം, ഈ ഒബ്ജക്റ്റ് നമ്മുടെ അടുത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ലോവർ ഫ്രീക്വൻസി, അതായത് റെഡ് എൻഡിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ആ ഒബ്ജക്റ്റ് നമ്മിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് എക്സ്പാൻഷൻ ഓഫ് ദ യൂണിവേഴ്സ് ഹബിൾ പ്രൂവ് ചെയ്തത്. ഓക്കെ, ബിഗ് ബാങ് എന്ന് പറയുന്നത് പോലെ തന്നെ മറ്റൊരു കോൺസെപ്റ്റ് ആണ് ബിഗ് ക്രഞ്ച്. ഓക്കെ, യൂണിവേഴ്സിന് ഒരു ഒറിജിൻ ഉണ്ടെങ്കിൽ യൂണിവേഴ്സിന് ഒരു എൻഡും ഉണ്ട്. അതാണ് ബിഗ് ക്രഞ്ച് എന്ന് പറയുന്ന ഐഡിയ മുന്നോട്ട് വയ്ക്കുന്നത്. ഓക്കെ, അറ്റ് സം പോയിന്റ് ഓഫ് ടൈം ദ യൂണിവേഴ്സ് വുഡ് റീച്ച് എ മാക്സിമം സൈസ് ആൻഡ് ദെൻ ബിഗിൻ ടു കൊളാപ്സ്. അതായത് യൂണിവേഴ്സ് ബിഗ് ബാങ് എന്ന് പറയുന്ന ആ ഇവന്റിലൂടെ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്ത് അതൊരു മാക്സിമം സൈസിലേക്ക് ഒരു കാലത്ത് എത്തും. ഏതെങ്കിലും ഒരു ടൈം പീരീഡിൽ യൂണിവേഴ്സ് എക്സ്പാൻഷൻ മാക്സിമം സൈസിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കണം, അത് കൊളാപ്സ് ചെയ്യാൻ തുടങ്ങണം. എക്സ്പാൻഷൻ സ്റ്റോപ്പ് ചെയ്ത് അത് കൊളാപ്സ് ചെയ്യാൻ തുടങ്ങണം.
അപ്പോൾ അങ്ങനെ കൊളാപ്സ് ചെയ്യാൻ തുടങ്ങുമ്പോൾ യൂണിവേഴ്സ് കൂടുതൽ ഇനീഷ്യൽ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതായത് ഇനീഷ്യൽ സ്റ്റേജിൽ എങ്ങനെയായിരുന്നു, ആ സിംഗിൾ പോയിന്റിൽ അതൊരു ഹൈ ഡെൻസിറ്റി ഹൈ ടെമ്പറേച്ചർ സ്റ്റേറ്റ് ആയിരുന്നു. ആ സ്റ്റേറ്റിലേക്ക് അത് തിരിച്ച് കൊളാപ്സ് ചെയ്യാൻ തുടങ്ങും. ഒരു കൂടുതൽ ഡെൻസും കൂടുതൽ ഹോട്ടും ആകാൻ തുടങ്ങും. അങ്ങനെ അത് ഫസ്റ്റ് തുടങ്ങിയ ആ സ്റ്റേറ്റിലേക്ക് തന്നെ, എവിടെ നിന്നാണോ തുടങ്ങിയത് ആ സ്റ്റേറ്റിലേക്ക് തന്നെ അത് എൻഡ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതിനെയാണ് സയന്റിസ്റ്റുകൾ ബിഗ് ക്രഞ്ച് അല്ലെങ്കിൽ ദ ഡെത്ത് ഓഫ് ദ യൂണിവേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ യൂണിവേഴ്സിന് ഒരു എൻഡ് ഉണ്ടെങ്കിൽ ഒരു ബിഗിനിങ് ഉണ്ടെങ്കിൽ അതിനൊരു എൻഡ് ഉണ്ടാകും എന്നുള്ളൊരു ലോജിക്കിലൂടെയാണ് ബിഗ് ബാങ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന് ഒരു ഓപ്പോസിറ്റ് സൈഡ് എന്ന് വേണം ബിഗ് ക്രഞ്ച് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും സയന്റിസ്റ്റുകൾ മുമ്പോട്ട് വെക്കുന്നത്. ഓക്കെ, സോ ഇടയ്ക്ക് ന്യൂസിലൊക്കെ മെൻഷൻ ചെയ്യുന്ന സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് മെൻഷൻ ചെയ്യപ്പെടുന്ന ഒരു ടേമാണ് കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ. So we have to know what do you mean by a cosmic microwave background radiation. In 1964, the cosmic microwave background radiation was discovered, which was a crucial evidence in favor of the Big Bang model. Big Bang നെ പ്രൂവ് ചെയ്യാൻ സഹായിച്ച വൺ ഓഫ് ദ എവിഡൻസസ് ആണ് ഈ CMR റേഡിയേഷൻ അല്ലെങ്കിൽ CMB റേഡിയേഷൻ അല്ലെങ്കിൽ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ സാധാരണ ഒരു ട്രഡീഷണൽ ഒപ്റ്റിക്കൽ ടെലിസ്കോപ്പിലൂടെ നോക്കിയാൽ ഒരു സ്റ്റാർസിന്റെയോ രണ്ട് സ്റ്റാറുകളുടെ ഇടയിലോ രണ്ട് ഗാലക്സീസിന്റെ ഇടയിലോ കാണപ്പെടുന്ന സ്പേസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡാർക്ക് ആയിരിക്കും. നമ്മളെ ഒരു സാധാരണ ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാൻ സാധിക്കത്തില്ല. ഓക്കെ, പക്ഷെ നമ്മളൊരു റേഡിയോ ടെലിസ്കോപ്പ്, ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു റേഡിയോ ടെലിസ്കോപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ സ്പേസിൽ രണ്ട് സ്റ്റാർസിന്റെയോ രണ്ട് ഗാലക്സീസിന്റെയോ ഇടയിലുള്ള ഒരു സ്പേസിൽ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഗ്ലോ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഈ ബാക്ക്ഗ്രൗണ്ട് ഗ്ലോ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ മൈക്രോവേവ് റീജിയനിലാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഡിറ്റക്ട് ചെയ്യുന്നത് മൈക്രോവേവ് റീജിയനിലാണ്. ആ മൈക്രോവേവ് റീജിയനിൽ ഈ ഗ്ലോ സ്ട്രോങ് ആയിട്ട് ഡിറ്റക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷനെ നമുക്ക് ആ ഒരു റേഡിയോ ടെലിസ്കോപ്പിൽ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്ന ഈ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷനെ നമ്മൾ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് CMB കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, ഇറ്റ്സ് എ തെർമൽ റേഡിയേഷൻ ലെഫ്റ്റ് ഓവർ ഫ്രം ദ ബിഗ് ബാങ്. ഓക്കെ, അതായത് ഇനീഷ്യലി ബിഗ് ബാങ് നടന്നു കഴിഞ്ഞപ്പോൾ, അതായത് യൂണിവേഴ്സിന്റെ തുടക്കം ബിഗ് ബാങ്കിലാണ്. ആ ബിഗ് ബാങ് തുടങ്ങി കഴിഞ്ഞപ്പോൾ ആ എക്സ്പ്ലോഷനിൽ ഒരു റേഡിയേഷൻ ലെഫ്റ്റ് ഓവർ ആയിട്ടുണ്ട്. ഈ യൂണിവേഴ്സിന്റെ ഏർലി സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റിന്റെ സമയത്ത് ഒരു റേഡിയേഷൻ ലെഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ റേഡിയേഷൻ ഇപ്പോഴും നമുക്ക് ഡിറ്റക്ട് ചെയ്യാം. യൂണിവേഴ്സിൽ ഇപ്പോഴും ആ റേഡിയേഷന്റെ ബാക്കി പത്രം ഇപ്പോഴും ഉണ്ട്. അപ്പൊ ആ റേഡിയേഷനെയാണ് നമ്മൾ ഈ റേഡിയോ ടെലിസ്കോപ്പിൽ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ആയിട്ട് ഡിറ്റക്ട് ചെയ്യുന്നത്. And it can be we can say that it is the oldest light in the universe and it can be found in all directions. നമ്മൾ ഭൂമിയിൽ നിന്ന് ഏത് ഡയറക്ഷനിലേക്ക് ഒരു റേഡിയോ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് നോക്കിയാലും നമുക്ക് ഈ CMB റേഡിയേഷൻ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. കാരണം ഇത് യൂണിവേഴ്സിലെ ഓൾഡസ്റ്റ് ലൈറ്റ് ആണ്. കാരണം എന്താണ്, ബിഗ് ബാങ്ങിന്റെ സമയത്താണ് ഇത് ഫോം ചെയ്തത്. ആ ബിഗ് ബാങ്ങിന്റെ സമയത്തുണ്ടായ റേഡിയേഷൻ ആണിത്. അതുകൊണ്ടാണ് നമുക്കത് എല്ലാ ഡയറക്ഷനിലും അത് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ആൻഡ് ഇറ്റ് പ്രൂവ്സ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ എവിഡൻസ് ദാറ്റ് യൂണിവേഴ്സ് ബിഗാൻ ഫ്രം എ സിംഗിൾ പോയിന്റ്. ബിഗ് ബാങ് തിയറി മുന്നോട്ട് വെക്കുന്നതും ആ ഒരു ഐഡിയ ആണ്. ഓക്കെ, അതുപോലെ അടുത്തൊരു കോൺസെപ്റ്റ് ആണ് ഡാർക്ക് എനർജി ആൻഡ് ഡാർക്ക് മാറ്റർ. ഇടയ്ക്ക് ഇങ്ങനെ ചില ടേംസ് നമുക്ക് കേൾക്കാൻ സാധിക്കും. സോ വാട്ട് യു മീൻ ബൈ എ ഡാർക്ക് എനർജി ആൻഡ് വാട്ട് യു മീൻ ബൈ എ ഡാർക്ക് മാറ്റർ? ഓക്കെ, അപ്പോൾ ഡാർക്ക് എനർജി ഈസ് ആൻ അൺനോൺ ഫോം ഓഫ് എനർജി വിച്ച് ഈസ് ഹൈപ്പോത്തസൈസ്ഡ് to spread throughout all space, tending to accelerate the expansion of universe. അപ്പോൾ ഇതൊരു ഹൈപ്പോത്തസിസ് ആണ്. ഡാർക്ക് എനർജിയും ഡാർക്ക് മാറ്ററും നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. നോർമൽ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ്, ഈ എനർജീനെയും ഈ മാറ്ററിനെയും ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് അതിനെ ഡാർക്ക് എനർജി എന്നും ഡാർക്ക് മാറ്റർ എന്നും പേരിട്ടിരിക്കുന്നത്. നമുക്കിത് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. ഇങ്ങനെ ഒരു എനർജിയോ ഇങ്ങനെ ഒരു മാറ്ററോ ഉണ്ട് എന്നുള്ള ഒരു ഹൈപ്പോത്തസിസ് ആണ് നമ്മൾ പലപ്പോഴും സയന്റിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്നത്. അവർക്ക് അതിൻ്റെതായ കാരണങ്ങളുമുണ്ട്. നമുക്ക് ആ കാരണങ്ങളിലേക്ക് കിടക്കേണ്ട ആവശ്യമില്ല. എനിവേ, ദിസ് ഡാർക്ക് എനർജി ഇതൊരു അൺനോൺ ഫോം ഓഫ് എനർജിയാണ്. ഇത് യൂണിവേഴ്സ് സ്പേസിൽ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതാണ്. ഈ എനർജിയാണ് യൂണിവേഴ്സിനെ എക്സ്പാൻഷൻ നടത്താൻ അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ എക്സ്പാൻഷനെ ആക്സിലറേറ്റ് ചെയ്യുന്നത് എന്നാണ് സയന്റിസ്റ്റുകൾ പറയുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് എഡ്വിൻ ഹബിൾ 1929 പ്രൂവ് ചെയ്തതാണ്. അപ്പൊ ആ എക്സ്പാൻഷൻ ഓഫ് യൂണിവേഴ്സിനെ ആക്സിലറേറ്റ് ചെയ്യുന്ന ഒരു അൺനോൺ എനർജി ഉണ്ട്. ആ എനർജിനെ അവർ ഡാർക്ക് എനർജി എന്ന് സയന്റിസ്റ്റുകൾ വിളിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് ഡാർക്ക് മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാർക്ക് മാറ്റർ അതും ഒരു ഹൈപ്പോത്തസിസ് ആണ്.
അതായത് പ്രപഞ്ചത്തിൽ ഉടനീളം സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു മാറ്റർ ആണ്. അതായത് പ്രപഞ്ചത്തിന്റെ 85% ഈ ഒരു ഡാർക്ക് മാറ്റർ ആണെന്നാണ് സയന്റിസ്റ്റുകൾ പറയുന്നത്. പക്ഷെ സ്റ്റിൽ വി കനോട്ട് ഡിറ്റക്ട് ദിസ് മാറ്റർ. ഓക്കെ, ഇതൊരു ഹൈപ്പോത്തസിസ് ആണ്, നമുക്കിത് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. ഇങ്ങനെ ഒരു മാറ്റർ ഉണ്ട് എന്ന് സയന്റിസ്റ്റുകൾ വിശ്വസിക്കുന്നു. കാരണം അതിനും അവർക്ക് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ഓക്കെ, പക്ഷെ ഇങ്ങനെ ഒരു മാറ്റർ പ്രപഞ്ചത്തിന്റെ 85% ഈ ഒരു മാറ്റർ ആണെന്നാണ് അവർ പറയുന്നത്. Okay, and majority of dark matter is thought to be composed of some as yet undiscovered subatomic particles. അപ്പം ഡാർക്ക് മാറ്ററിന്റെ മെജോറിറ്റിയും നമ്മൾ ഇന്നേ വരെ ഡിസ്കവർ ചെയ്യാത്ത എന്തോ ഒരു സബാറ്റമിക് പാർട്ടിക്കിൾസ് ആണ് അതിന്റെ മെയിൻ കമ്പോണൻസ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇതുവരെ അത് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കാത്തത്. And the name dark matter refers to the fact that it does not appear to interact with observable electromagnetic radiation such as light. ഓക്കെ, അതുകൊണ്ടാണ് നമുക്കത് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കാത്തത്. ഇത് ഇന്ററാക്ട് ചെയ്യുന്നില്ല, നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനോ അല്ലെങ്കിൽ ആ സ്പെക്ട്രം അതുമായി ബന്ധപ്പെട്ട് അതിന് ഇന്ററാക്ട് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് അതിനെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ആ ഡാർക്ക് മാറ്റർ എന്നതിന് പേര് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ അത് ഇൻവിസിബിൾ ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ടു ഡിറ്റക്ട്. Okay, so next concept is antimatter. So what do you mean by an antimatter? Okay, അതും ഒരു ഹൈപ്പോത്തസിസ് ആണ്. It is hypothesis that every elemental particle in the universe has a partner particles known as antiparticle. Okay, പ്രപഞ്ചത്തിലുള്ള എല്ലാ എലമെന്ററി പാർട്ടിക്കിൾസിനും അതിന് ഒരു പാർട്ട്ണർ ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ആന്റി പാർട്ടിക്കിൾ എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പൊ പാർട്ടിക്കിളിനും ആന്റി പാർട്ടിക്കിളിനും അല്ലെങ്കിൽ മാറ്ററിനും ആന്റി മാറ്റർ. ഓക്കെ, ഒരു എല്ലാ പാർട്ടിക്കിൾസും ഒരു മാറ്റർ ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെയും വിളിക്കാം, ഒരു മാറ്ററും അതിന്റെ ഒരു ആന്റി പാർട്ടിക്കിളും ആന്റി മാറ്ററും. അപ്പൊ ആ മാറ്ററിനും ആന്റി മാറ്ററിനും സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ്. പക്ഷെ അതിന്റെ ചില കാര്യങ്ങളൊക്കെ ചില പ്രോപ്പർട്ടീസ് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, അവരിങ്ങനെയാണ് ഒരു എക്സാമ്പിൾ മുമ്പോട്ട് വെക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഇലക്ട്രോണിന് ഒരു ആന്റി പാർട്ടിക്കിൾ ഉണ്ട്, ആന്റി ഇലക്ട്രോൺ എന്ന് വിളിക്കാം. ഓക്കെ, ഇലക്ട്രോണും ആന്റി ഇലക്ട്രോണും ഒരേ മാസ് തന്നെയാണ്, പക്ഷെ അതിന്റെ ചാർജസ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഓപ്പോസിറ്റ് ഇലക്ട്രിക് ചാർജസ് ആയിരിക്കും അതിനുണ്ടായിരിക്കുക. ഇലക്ട്രോണും ആന്റി ഇലക്ട്രോണും ഒരേ മാസ് തന്നെയായിരിക്കും, ഒരേ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ ആയിരിക്കും, പക്ഷെ അതിന് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഇലക്ട്രിക് ചാർജസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ആന്റി ഇലക്ട്രോണും തമ്മിൽ മീറ്റ് ചെയ്താൽ, അതായത് ഒരു മാറ്ററും ആന്റി മാറ്ററും തമ്മിൽ മീറ്റ് ചെയ്താൽ, ഓപ്പോസിറ്റ് ചാർജസ് മീറ്റ് ചെയ്യുന്നത് പോലെ ഒന്ന് തിങ്ക് ചെയ്താൽ മതി. അത് മീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ദേ ഡിസ്ട്രോയ് ഈച്ച് അതർ കംപ്ലീറ്റ്ലി. അവര് അന്നിലൈറ്റ് ചെയ്യും. ഓക്കെ, അവര് ഡിസ്ട്രോയ് ചെയ്യും. അതുകൊണ്ട് മാറ്ററും ആന്റി മാറ്ററും തമ്മിൽ ഒരിക്കലും മീറ്റ് ചെയ്യാൻ പാടില്ല. Okay, for instance, when an electron meets an anti-electron, the two annihilate and produce a burst of light which produces a corresponding energy level equivalent to the mass of the two particles. അപ്പോൾ അത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുമ്പോൾ അത് അനലൈറ്റ് ചെയ്താൽ അതൊരു എനർജി, ഒരു ബേസ്റ്റ് ഓഫ് എനർജി അല്ലെങ്കിൽ ഒരു ലൈറ്റ് ആയിട്ടാണ് എനർജി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഒരു ബേസ്റ്റ് ഓഫ് ലൈറ്റ് അത് പുറപ്പെടുവിക്കും. ആ എനർജി, ആ ലൈറ്റിന്റെ എനർജി എന്ന് പറയുന്നത് രണ്ടിന്റെയും മാസസിനോട് ഈക്വൽ ആയിരിക്കും, രണ്ട് പാർട്ടിക്കിൾസിന്റെയും മാസസിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. മാറ്ററിന്റെ ഓപ്പോസിറ്റ് പാർട്ടിക്കിൾ, ഒരു മാറ്ററിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉള്ള സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ആണെങ്കിലും ചില പ്രോപ്പർട്ടീസ്, ഫോർ എക്സാമ്പിൾ ചാർജ് പോലുള്ള അതിന്റെ പ്രോപ്പർട്ടീസ് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന പാർട്ടിക്കിളിനെയാണ് ആന്റി പാർട്ടിക്കിൾ അല്ലെങ്കിൽ ആന്റി മാറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആന്റി മാറ്റർ നമ്മൾ ഇതുവരെ ഡിറ്റക്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ആന്റി മാറ്ററിന് വേണ്ടിയിട്ടുള്ള പല എന്താ പറയാ, ആന്റി മാറ്ററിന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല റിസർച്ചുകളും പല ലാബുകളിലും, ലോകമെമ്പാടും പല ലാബുകളിലും നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ടേം ഗോഡ്സ് പാർട്ടിക്കിൾ ഇസ് പോപ്പുലർലി അസോസിയേറ്റഡ് വിത്ത്. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ചോദിക്കുന്നത്. പത്രങ്ങളിലും മറ്റും സയൻസ് ആൻഡ് ടെക്നോളജിയും യൂണിവേഴ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് ടേംസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ടേംസ് ബേസ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടതുപോലെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ ദ ടേം ഗോഡ്സ് പാർട്ടിക്കിൾ ഇസ് പോപ്പുലർലി അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രോൺ, ആന്റി മാറ്റർ, ഹിഗ്സ് ബോസോൺ, ക്വാർക്ക്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ ടേം നമ്മൾ കേൾക്കുന്നത്. Okay, so the answer is C, Higgs boson. The Higgs boson, sometimes referred to as God particle, is a tiny particle that researchers long suspected existed. This particle helps give mass to all elementary particles that have mass
such as electrons and protons. അപ്പോൾ ഒരു ഹൈപ്പോത്തസിസ് ആയിരുന്നു ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്നത്. ഈ കോൺസെപ്റ്റ് വരുന്ന സമയത്ത് ഒരു ഹൈപ്പോത്തസിസ് ആയിരുന്നു. അപ്പൊ ഈ ഹൈപ്പോത്തസിസ് ഈ ഹിഗ്സ് ബോസോൺ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പല റീസേർച്ചിനും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ റീസെന്റ് കാരണം ഈ ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്ന ഈ പാർട്ടിക്കിൾ ആണ് ചില എലമെന്ററി പാർട്ടിക്കിൾസിന്, ഓൾമോസ്റ്റ് മിക്ക എലമെന്ററി പാർട്ടിക്കിൾസിനും മാസ് കൊടുക്കുന്നത്. ഇലക്ട്രോൺസും പ്രോട്ടോൺസ് അടങ്ങുന്ന പല ഓൾമോസ്റ്റ് മിക്ക എലമെന്ററി പാർട്ടിക്കിൾസിന് മാസ് കൊടുക്കുന്നത് ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്ന ഈ പാർട്ടിക്കിൾ ആണെന്നാണ് ഈ ഒരു കോൺസെപ്റ്റ് മുമ്പോട്ട് വെച്ചത്. അതുകൊണ്ടാണ് ഇതിനെ ഗോഡ് പാർട്ടിക്കിൾ എന്ന് പോപ്പുലർലി പല സയന്റിസ്റ്റുകളും വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. Consider the following statements regarding Large Hadron Collider. It is the world's first and only particle accelerator in the world. It is located at the border of France and Spain. It has detected the rare Higgs boson particle in 2012. The Higgs boson particle ne kurichu nammal korchu munpu mention ചെയ്തു. അത് റീസർച്ചേഴ്സ് സസ്പെക്ട് ചെയ്തിരുന്നു, ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്ന് സസ്പെക്ട് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നു 2012 ലാർജ് ഹൈഡ്രോൺ കൊളൈഡർ അതിനെ ഡിറ്റക്ട് ചെയ്തു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റ് ആണ്. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. 1 only, 2 and 3, 3 only, 1, 2 and 3. ഓക്കെ, ലാർജ് ഹൈഡ്രോൺ കൊളൈഡർ അതൊരു പാർട്ടിക്കിൾ ആക്സിലറേറ്റർ ആണ്, പോപ്പുലർലി നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം. സോ ദ ആൻസർ ഈസ് സി, 3 only. Okay, first statement and second statement is wrong. So basically ഇത് ലോകത്തിലെ ഒരേ ഒരു പാർട്ടിക്കിൾ ആക്സിലറേറ്റർ അല്ല. അത് ലോകത്തിൽ 30,000-ത്തിലധികം പല ലാബുകളിലും യൂണിവേഴ്സിറ്റീസിലുമായിട്ട് 30,000-ത്തിലധികം പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സ് ഉണ്ട്. പക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിക്കിൾ ആക്സിലറേറ്റർ എന്ന് വിളിക്കുന്നത് ലാർജ് ഹൈഡ്രോൺ കൊളൈഡർ ആണ്. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രാൻസിന്റെയും സ്വിറ്റ്സർലാൻഡിന്റെയും ബോർഡറിലാണ്. ഫ്രാൻസിന്റെയും സ്പെയിനിന്റെയും ബോർഡറിലല്ല, ഫ്രാൻസിന്റെയും സ്വിറ്റ്സർലാൻഡിന്റെയും ബോർഡർ. സ്വിറ്റ്സർലാൻഡിലെ ക്യാപിറ്റലായ ജനീവയോട് ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സോ ലാർജ് ഹൈഡ്രോൺ കൊളൈഡർ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ ബോർഡർ ഓഫ് ഫ്രാൻസ് ആൻഡ് സ്വിറ്റ്സർലാൻഡ്. ഓക്കെ, ആൻഡ് ഇത് ലോകത്തിലെ ആദ്യത്തെ പാർട്ടിക്കിൾ ആക്സിലറേറ്ററും അല്ല, ഇതിനു മുമ്പും പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പാർട്ടിക്കിൾ ആക്സിലറേറ്റർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, പേരിൽ തന്നെയുണ്ട്, പാർട്ടിക്കിൾസിനെ ആക്സിലറേറ്റ് ചെയ്തത്. ഓക്കെ, സബാറ്റമിക് പാർട്ടിക്കിൾസിനെയും അതായത് ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ പോലുള്ള പാർട്ടിക്കിൾസിനെ ആക്സിലറേറ്റ് ചെയ്യുക. ഓക്കെ, അതിന്റെ സ്പീഡ് ആക്സിലറേറ്റ് ചെയ്ത് പാർട്ടിക്കിൾസിനെ കൊളൈഡ് ചെയ്യിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റഡീസ് ആണ് പാർട്ടിക്കിൾ ആക്സിലറേറ്ററിലൂടെ നമ്മൾ നടത്തുന്നത്. ഓക്കെ, so what do you mean by a large hadron collider? It is the world's largest and the most powerful accelerator, particle accelerator constructed by the European Organization for Nuclear Research. CERN എന്ന് നമ്മൾ പോപ്പുലർലി വിളിക്കും, CERN laboratory. CERN laboratoryയിലാണ് ലാർജ് ഹൈഡ്രോൺ കൊളൈഡർ എന്ന ലോകത്തിലെ ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് പവർഫുൾ പാർട്ടിക്കിൾ ആക്സിലറേറ്റർ സ്ഥിതി ചെയ്യുന്നത്. So objective of large hadron collider was to help physicists test predictions of various theories of particle physics. അപ്പോൾ പാർട്ടിക്കിൾ ഫിസിക്സിൽ പല പല തിയറീസ് നമ്മളിപ്പോൾ മുമ്പോട്ട് വെക്കുന്നുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടത് ഹിഗ്സ് ബോസോൺ. ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്നത് ഒരു ഹൈപ്പോത്തസിസ് ആയിരുന്നു, പാർട്ടിക്കിൾ ഫിസിക്സിലെ ഒരു ഹൈപ്പോത്തസിസ് ആയിരുന്നു. മറ്റു പല എലമെന്ററി പാർട്ടിക്കിൾസിനും ഈ മാസ് കൊടുക്കുന്നത് ഹിഗ്സ് ബോസോൺ ആണെന്നുള്ള ഒരു ഹൈപ്പോത്തസിസ് മുന്നോട്ട് വെച്ചപ്പോൾ ആ ഹിഗ്സ് ബോസോൺ പോലുള്ള ഹൈപ്പോത്തസിസുകളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാർജ് ഹൈഡ്രോൺ കൊളൈഡർ യൂസ് ചെയ്തത്. അപ്പോൾ ആ ലാർജ് ഹൈഡ്രോൺ കൊളൈഡർ 2012 ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്ന പാർട്ടിക്കിളിനെ ഡിറ്റക്ട് ചെയ്തപ്പോൾ ആ തിയറി സത്യമാണെന്ന് തെളിഞ്ഞു. And it boosts particles such as protons, which form all the matter we know, and accelerated to a speed close to that of light. They collide with other protons. These collisions produce massive particles such as Higgs boson and top quark. അപ്പോൾ പാർട്ടിക്കിൾസിനെ ബേസിക്കലി പ്രോട്ടോൺസിനെ കൊളൈഡ് ചെയ്യിച്ച് ലൈറ്റിന്റെ സ്പീഡിലേക്ക്, ഓൾമോസ്റ്റ് ക്ലോസ് ടു ലൈറ്റിന്റെ സ്പീഡിലേക്ക് പാർട്ടിക്കിൾസിനെ ആക്സിലറേറ്റ് ചെയ്യിപ്പിച്ച് പ്രോട്ടോൺസിനെ തമ്മിൽ കൊളൈഡ് ചെയ്യിപ്പിച്ച് ആ കൊളീഷനിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പുതിയ പാർട്ടിക്കിൾസ്, മാസീവ് പാർട്ടിക്കിൾസിനെ ഡിറ്റക്ട് ചെയ്യുകയാണ് ബേസിക്കലി ലാർജ് ഹൈഡ്രോൺ കൊളൈഡർ ചെയ്യുന്നത്. അങ്ങനെ ഡിറ്റക്ട് ചെയ്തതോടുകൂടിയാണ് ഹിഗ്സ് ബോസോണും ക്വാർക്കുകളും ഒക്കെ അവരെ ഡിറ്റക്ട് ചെയ്യാൻ തുടങ്ങിയത്. Okay, so LHC is located underneath the Earth's surface at a depth of 175 meters below the border between France and Switzerland near Geneva, and it lies in a tunnel that is 27 kilometer in circumference. അപ്പോൾ ലാർജ് ഹൈഡ്രോൺ കൊളൈഡർ എന്ന് പറയുന്നത് ശരിക്കും ഒരു ടണലാണ്, ഒരു സർക്കിൾ പോലെ ഇരിക്കുന്ന ഒരു ടണലാണ്.
അപ്പോൾ 27 കിലോമീറ്റർ ആണ് അതിന്റെ സർക്കംഫറൻസ്. ഓക്കെ, 175 മീറ്റർ താഴെ ഡെപ്തിൽ ഭൂമിക്കകത്താണ്, ഭൂമിയുടെ അടിയിലാണ് ഈ LHC എന്ന് പറയുന്ന ലാബ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ലാർജ് ഹൈഡ്രോൺ കൊളൈഡർ. മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2013 UPSC ചോദിച്ച ചോദ്യമാണിത്. The efforts to detect the existence of Higgs boson particle have become frequent news in the recent past. ഓക്കെ, 2013 UPSC ചോദ്യം ചോദിച്ചത്. അതിന്റെ റീസൺ എന്താണ്? 2012 ഹിഗ്സ് ബോസോണെ ഡിറ്റക്ട് ചെയ്തു എന്നും പറഞ്ഞ് ന്യൂസിൽ വാർത്ത വന്നിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ്, ഹിഗ്സ് ബോസോണുമായി ബന്ധപ്പെട്ട് UPSC ഇതിനൊരു ചോദ്യം ചോദിച്ചത്. ഓക്കെ, സോ what are the importance of discovering this particle called as Higgs boson? First statement, it will enable us to understand as to why elementary particles have mass. Second one, it will enable us in the near future to develop the technology to transferring matter from one point to another without traversing the physical space between them. Okay, third statement, it will enable us to create better fuels for nuclear fission. Select the correct answer using the codes given below. 1 only, 2 and 3, 1 and 3, 1, 2 and 3. Okay, so the answer is A, 1 only. 2ഉം 3ഉം തെറ്റായ സ്റ്റേറ്റ്മെന്റുകളാണ്. ഇതുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഹിഗ്സ് ബോസോൺ ആണ് പല എലമെന്ററി പാർട്ടിക്കിൾസിനും മാസ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഹിഗ്സ് ബോസോണെ ഡിറ്റക്ട് ചെയ്താൽ, ഡിസ്കവർ ചെയ്താൽ നമുക്ക് എന്താണ്, ഈ എലമെന്ററി പാർട്ടിക്കിൾസിന് മാസ് കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ടെലിപ്പോർട്ടേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഒരു മാറ്ററിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, വിത്തൗട്ട് ട്രാവേഴ്സിംഗ് ദ ഫിസിക്കൽ സ്പേസ് ബിറ്റ്വീൻ ദം, അത് ടെലിപ്പോർട്ടേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. പക്ഷെ ടെലിപ്പോർട്ടേഷനും ഹിഗ്സ് ബോസോണും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് ഒരു ബന്ധവുമില്ലാത്ത രണ്ട് കോൺസെപ്റ്റുകളാണ്. അതുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായി മാറുന്നത്. ഇനി തേർഡ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് വിൽ enable us to create better fuels for nuclear fission. ഓക്കെ, ന്യൂക്ലിയർ ഫിഷനുമായിട്ടും ഹിഗ്സ് ബോസോണ് യാതൊരു ബന്ധവുമില്ല. ഓക്കെ, ന്യൂക്ലിയർ ഫിഷൻ അല്ല ഈ ലാർജ് ഹൈഡ്രോൺ കൊളൈഡർ ലാബിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പാർട്ടിക്കിൾ ആക്സലറേഷൻ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ ന്യൂക്ലിയർ ഫിഷനുമായി ഇതിനൊരു ബന്ധവുമില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. സോ ദ ആൻസർ ഈസ് 1 only. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതും UPSC 2017 ചോദിച്ച ചോദ്യമാണ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഇവോൾവ്ഡ് ലേസർ ഇന്റർഫെറോമീറ്റർ സ്പേസ് ആന്റിന, അല്ലെങ്കിൽ ലിസ എന്ന് ഷോർട്ട് ഫോമിൽ വിളിക്കാം, ഇവോൾവ്ഡ് ലേസർ ഇന്റർഫെറോമീറ്റർ സ്പേസ് ആന്റിന പ്രൊജക്ട്. ഓക്കെ, ഓപ്ഷൻ A, to detect neutrinos. Option B, to detect gravitational waves. Option C, to detect the effectiveness of missile defense system. Option D, to study the effect of solar flares on our communication systems. ഓക്കെ, സോ ഇത് ന്യൂസ് പേപ്പറിൽ മെൻഷൻ ചെയ്തതാണ്. അതുകൊണ്ടാണ്, കറണ്ട് അഫയേഴ്സിൽ വന്ന ഒരു കോൺസെപ്റ്റ് ആയതുകൊണ്ടാണ് UPSC ചോദ്യം ചോദിച്ചത്. ഇവോൾവ്ഡ് ലേസർ ഇന്റർഫെറോമീറ്റർ സ്പേസ് ആന്റിന. Okay, so the answer is option B, gravitational waves, to detect gravitational waves. അപ്പോൾ ലിസ എന്ന് പറയുന്ന ആന്റിന നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്രാവിറ്റേഷണൽ വേവ്സ് എന്ന് പറയുന്ന വേവ്സിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Okay, so ELISA is a project of European Space Agency to detect and measure gravitational waves. The evolved laser interferometer space antenna is a mission aiming at exploring the gravitational universe from space for the first time. അപ്പോൾ ഇതൊരു സ്പേസിൽ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ആന്റിന അല്ലെങ്കിൽ ഒരു പ്രോബാണ്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ യൂണിവേഴ്സിനെ അതിന്റെ ഗ്രാവിറ്റേഷണൽ വേവ്സിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നതോടെ ഗ്രാവിറ്റേഷണൽ യൂണിവേഴ്സിനെയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. ആൻഡ് ELISA എന്ന് പറയുന്നത് ഒരു മദർ ആൻഡ് 2 ഡോട്ടർ സ്പേസ് ക്രാഫ്റ്റ് ആണ്. ഒറ്റ സ്പേസ് ക്രാഫ്റ്റ് അല്ല, ഒരു മെയിൻ മദർ സ്പേസ് ക്രാഫ്റ്റും ഉണ്ട്, ചെറിയ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള 2 ഡോട്ടർ സ്പേസ് ക്രാഫ്റ്റുകളുണ്ട്. അപ്പോൾ ഇത് ദീസ് വിൽ ഓർബിറ്റ് ദ സൺ ഇൻ എ ട്രയാങ്കുലർ കോൺഫിഗറേഷൻ. ഓക്കെ,
അപ്പോൾ ഇങ്ങനെ ചില ചോദ്യങ്ങൾ, അതായത് ഇങ്ങനെ ചില സ്പേസ് പ്രോബുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും സാറ്റലൈറ്റുകളോ ഒക്കെ റീസെന്റ് കറണ്ട് അഫയേഴ്സിൽ മെൻഷൻ ചെയ്ത് വന്നാൽ അതിന്റെ ചില ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം KS പരീക്ഷയ്ക്കും UPSC പരീക്ഷയ്ക്കും അതുപോലെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഈ തരത്തിൽ ചോദിക്കുന്നത് പോലെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രാവിറ്റേഷണൽ വേവ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഗ്രാവിറ്റേഷണൽ വേവ്സ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. So what do you mean by a gravitational wave? A gravitational waves are ripples in the fabric of space-time caused by some of the most violent and energetic processes in the universe. അപ്പോൾ ഗ്രാവിറ്റി എന്താണെന്ന് നമുക്കറിയാം. ഓക്കെ, ഗ്രാവിറ്റി, വി നോ വാട്ട് ഈസ് ഗ്രാവിറ്റി. ന്യൂട്ടൺ ആണ് ഗ്രാവിറ്റി ഡിസ്കവർ ചെയ്തത്. ഓക്കെ, അപ്പം ന്യൂട്ടോണിയൻ ഫിസിക്സിൽ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? ഒരു പ്ലാനറ്റ് അല്ലെങ്കിൽ ഒരു ബോഡി, ആ ബോഡിയുടെ സെന്ററിലേക്ക് എല്ലാത്തിനെയും അട്രാക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗ്രാവിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഭൂമിയിലുള്ള ഏതൊരു വസ്തുവിനെയും ഭൂമി അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അതിനെയാണ് ന്യൂട്ടോണിയൻ ഫിസിക്സിൽ ഗ്രാവിറ്റി എന്ന് വിളിച്ചിരുന്നത്. പക്ഷെ ഐൻസ്റ്റീന്റെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഐൻസ്റ്റീനിയൻ ഫിസിക്സിൽ ഗ്രാവിറ്റീനെ മറ്റൊരു രീതിയിലാണ് ഐൻസ്റ്റീൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അതിന്റെ അർത്ഥം ന്യൂട്ടൺ പറഞ്ഞ കോൺസെപ്റ്റ് തെറ്റാണെന്നല്ല, ന്യൂട്ടൺ പറഞ്ഞത് ശരിയാണ്. ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ അട്രാക്റ്റീവ് ഫോഴ്സ്. എല്ലാ വസ്തുവിനെയും അതിന്റെ സെന്ററിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ്, ഒരു ഇൻവിസിബിൾ ഫോഴ്സ് ആണ് ഗ്രാവിറ്റി. ന്യൂട്ടൺ പറഞ്ഞത് ശരിയാണ്, പക്ഷെ അതിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഓക്കെ, ആ വശമാണ് ഐൻസ്റ്റീൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഐൻസ്റ്റീന്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലൂടെയാണ് ഐൻസ്റ്റീൻ ഈ പറയുന്ന ഗ്രാവിറ്റേഷണൽ വേവ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മുമ്പോട്ട് വയ്ക്കുന്നത്. ഓക്കെ, സോ ഗ്രാവിറ്റേഷണൽ വേവ്സ് എന്ന് പറഞ്ഞാൽ സ്പേസ് ടൈം എന്ന് പറയുന്ന ഫാബ്രിക്കിലുള്ള ഒരു റിപ്പിൾസ് ആണ്. ഓക്കെ, ദീസ് റിപ്പിൾസ് ട്രാവൽ അറ്റ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ദ യൂണിവേഴ്സ്, ക്യാരിങ് വിത്ത് ദം ഇൻഫോർമേഷൻ അബൌട്ട് ദെയർ ഒറിജിൻസ്. അപ്പോൾ സ്പേസ് ടൈമിലുള്ള റിപ്പിൾസ്, ഓക്കെ, ആ റിപ്പിൾസ് ആണ് ഗ്രാവിറ്റേഷണൽ വേവ്സ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. ആ ഗ്രാവിറ്റേഷണൽ വേവ്സ് ലൈറ്റിന്റെ സ്പീഡിൽ തന്നെയാണ് ട്രാവൽ ചെയ്യുന്നത്. ഐൻസ്റ്റീൻ അങ്ങനെയാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ 1916 അദ്ദേഹം ഈ ഗ്രാവിറ്റേഷണൽ വേവ്സിന്റെ എക്സിസ്റ്റൻസ് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് അത് പ്രൂവ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. Okay, so gravitational waves can work as sirens to measure the expansion rate of the universe and to understand the origin and future of the universe. Okay, അപ്പോൾ എക്സ്പാൻഷൻ ഓഫ് യൂണിവേഴ്സ് കോൺസെപ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഗ്രാവിറ്റേഷണൽ വേവ്സ്. കാരണം ഗ്രാവിറ്റേഷണൽ വേവ്സ് യൂണിവേഴ്സിന്റെ എക്സ്പാൻഷൻ റേറ്റിനെ മെഷർ ചെയ്യാനും യൂണിവേഴ്സിന്റെ ഒറിജിനും യൂണിവേഴ്സിന്റെ ഫ്യൂച്ചറും ഒക്കെ മനസ്സിലാക്കാനും നമ്മളെ സഹായിക്കുന്നു. ഗ്രാവിറ്റേഷണൽ വേവ്സ് നമ്മൾ 2015 ഡിറ്റക്ട് ചെയ്തു. ഐൻസ്റ്റീൻ 1916 അത് പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. അതിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്തത് 2015 ഓക്കെ, ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ചാണ് നമ്മൾ അത് ഡിറ്റക്ട് ചെയ്യുന്നത്. അന്ന് ആ ടെക്നോളജി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമുക്കത് സാധിച്ചില്ല. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ കാണാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഈസ് ഓർ ആർ കറക്റ്റ്ലി മാച്ച്ഡ്? ഗ്രാവിറ്റേഷണൽ വേവ് ഒബ്സർവേറ്ററി അത് ഏത് കൺട്രിയിലാണെന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. ലിഗോ ഇറ്റലി, വിർഗോ USA, ജിയോ 600 ജർമ്മനി, കാഗ്ര ജപ്പാൻ. ചൂസ് ദ കറക്റ്റ് കോഡ്. ഓക്കെ, ഏത് രാജ്യങ്ങളിലാണ് ഈ ഗ്രാവിറ്റേഷൻ ഒബ്സർവേറ്ററി ചെയ്തത്? 1 and 2, 2 and 3, 3 and 4, 1 and 4. ഓക്കെ, സോ ദ ആൻസർ ഈസ് C, 3 and 4. 3 and 4 ആണ് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ജിയോ 600 ജർമ്മനിയിലാണ്, കാഗ്ര ജപ്പാനിലാണ്, ലിഗോ ഗ്രാവിറ്റേഷണൽ വേവ് ഒബ്സർവേറ്ററി US-ലാണ്, വിർഗോ ഗ്രാവിറ്റേഷണൽ വേവ് ഒബ്സർവേറ്ററി ഇറ്റലിയിലാണ്. രണ്ടും തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലിഗോയാണ് ബേസിക്കലി ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ വേവ് ഒബ്സർവേറ്ററി. ഈ ലിഗോ ഗ്രാവിറ്റേഷണൽ വേവ് ഒബ്സർവേറ്ററിയുടെ ഒരു അതിന്റെ ഒരു എന്താ പറയുക, അതിന്റെ സബ് സെന്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ വേവ് ഒബ്സർവേറ്ററീസ് ആണ് ഈ വിർഗോ, ജിയോ 600, കാഗ്ര എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, മെയിൻ ഗ്രാവിറ്റേഷണൽ വേവ് ഒബ്സർവേറ്ററി ലിഗോയാണ്. ഓക്കെ, സോ ലിഗോ ഇന്ത്യ പ്രൊജക്റ്റും ഉണ്ട്. അതായത് ലിഗോ എന്ന് പറയുന്ന ആ അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ആ ഗ്രാവിറ്റേഷണൽ വേവ് ഒബ്സർവേറ്ററിയുടെ ഒരു പാർട്ടായിട്ട്, ആ വേൾഡ് വൈഡ് നെറ്റ്വർക്കിന്റെ ഒരു പാർട്ടായിട്ട് ഇന്ത്യയിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റ് ആണ് ലിഗോ ഇന്ത്യ പ്രൊജക്ട്. അപ്പൊ ലിഗോ എന്ന് പറയുന്ന പ്രൊജക്ടിന്റെ വേൾഡ് വൈഡ് നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ട് സ്ഥിതി ചെയ്യുന്ന മറ്റ് ഗ്രാവിറ്റേഷണൽ വേവ് ഒബ്സർവേറ്ററീസ് ആണ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ജിയോ 600, കാഗ്ര, അതുപോലെ വിർഗോ എന്നൊക്കെ വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലും ആ നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ട് ഒരു ഗ്രാവിറ്റേഷണൽ വേവ് ഒബ്സർവേറ്ററി പണിയാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതാണ് ലിഗോ ഇന്ത്യ പ്രൊജക്ട് എന്നറിയപ്പെടുന്നത്. അപ്പൊ ലിഗോ ഇന്ത്യ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ലിഗോ ലാബോറട്ടറി 3 ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കൊളാബറേഷനിലൂടെ ബിൽഡ് ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. 3 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്മ റിസർച്ച് ഇൻ ഗാന്ധിനഗർ,
അതുപോലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് ഇൻ പൂനെ ആൻഡ് രാജ രാമണ്ണ സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി ഇൻ ഇൻഡോർ. മഹാരാഷ്ട്രയിലാണ് ഈ ലാബ് കൊണ്ടുവരാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് ഫിനോമിന. ലൈറ്റ് ഈസ് അഫക്റ്റഡ് ബൈ ഗ്രാവിറ്റി. The universe is constantly expanding. Matter warps its surrounding space-time. Which of the above is or are the predictions of Albert Einstein's general theory of relativity often discussed in media? UPSC 2018 ചോദിച്ച ചോദ്യമാണ് തിയറി ഓഫ് റിലേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട്. 1 and 2, 3 only, 1 and 3, 1, 2 and 3. നമ്മൾ കുറച്ച് നേരം മുമ്പ് മെൻഷൻ ചെയ്തു ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഓഫ് ആൽബർട്ട് ഐൻസ്റ്റീൻ. അപ്പോൾ ആ തിയറിയിൽ ഐൻസ്റ്റീൻ പ്രഡിക്റ്റ് ചെയ്തത് ഇതിൽ എന്തൊക്കെയാണ്? ലൈറ്റ് ഈസ് അഫക്റ്റഡ് ബൈ ഗ്രാവിറ്റി, ദ യൂണിവേഴ്സ് ഈസ് കോൺസ്റ്റന്റ്ലി എക്സ്പാൻഡിങ് ആൻഡ് ദ മാറ്റർ വാർപ്സ് ഇറ്റ്സ് സറൗണ്ടിങ് സ്പേസ് ആൻഡ് ടൈം. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 1, 2 and 3. 3 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. ലൈറ്റ് ഈസ് അഫക്റ്റഡ് ബൈ ഗ്രാവിറ്റി, the universe is constantly expanding and matter warps its surrounding space and time. ഓക്കെ, അപ്പോൾ നമുക്ക് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, ഐൻസ്റ്റീൻ്റെ ആ തിയറി ഓഫ് റിലേറ്റിവിറ്റിനെ കുറിച്ചൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സോ theory of relativity by Albert Einstein, and this theory proposes that gravity is not an actual force but is instead a geometric distortion of space-time not predicted by ordinary Newtonian physics. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു ന്യൂട്ടോണിയൻ ഫിസിക്സ് അനുസരിച്ച് ഗ്രാവിറ്റി എന്താണ്? അതൊരു ഫോഴ്സ് ആണ്. ഓക്കെ, ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. പക്ഷെ അത് ഒരു തരത്തിൽ അത് ശരിയാണ്, പക്ഷെ ആക്ച്വലി അതൊരു അട്രാക്റ്റീവ് ഫോഴ്സ് അല്ല. ഓക്കെ, അതൊരു ഫോഴ്സ് അല്ല, പക്ഷെ എന്താണ്? അതൊരു സ്പേസ് ടൈം ഫാബ്രിക്കിലുള്ള ഒരു ഡിസ്റ്റോർഷൻ ആണ് ഈ പറയുന്ന ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ആ ഡിസ്റ്റോർഷൻ മൂവ് ചെയ്യുമ്പോഴാണ് ഗ്രാവിറ്റേഷണൽ വേവ്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സ്പേസിൽ ഉണ്ടായിട്ടുള്ള ആ ഡിസ്റ്റോർഷനെ ഗ്രാവിറ്റി എന്ന് വിളിക്കുന്നു. ആ ഡിസ്റ്റോർഷൻ ഒരു മൂവ് ചെയ്യുമ്പോൾ, ഒരു വേവ് കണക്കിന് മൂവ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഗ്രാവിറ്റേഷണൽ വേവ്സ് എന്ന് വിളിക്കുന്നു. Okay, so this distortion changes the trajectories of objects moving through space and even the path of light as they pass close by a massive body. Okay, അപ്പോൾ ഈ ഡിസ്റ്റോർഷൻ അതായത് സ്പേസ് ടൈമിൽ ഒരു വലിയ മാസ് ഉള്ള ഒരു ബോഡി ഉണ്ടെങ്കിൽ ആ മാസുള്ള ബോഡിക്ക് സ്പേസ് ടൈമിനെ ഡിസ്റ്റോർട്ട് ചെയ്യാൻ സാധിക്കും. സ്പേസ് ആൻഡ് ടൈം ഫാബ്രിക്കിനെ ഡിസ്റ്റോർട്ട് ചെയ്യുന്നു. അതാണ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗ്രാവിറ്റി നല്ല ഹെവി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നല്ല പവർഫുൾ ആയിട്ടുള്ള ഗ്രാവിറ്റി ആണെങ്കിൽ ആ ഗ്രാവിറ്റിക്ക് പല ഒബ്ജക്ട്സിൻ്റെയും ട്രജക്ടറീസിനെ ഡിസ്റ്റോർട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. സോ ജനറൽ റിലേറ്റിവിറ്റി പ്രെഡിക്ട്സ് ഹൗ മച്ച് ഓഫ് ദിസ് ബെൻഡിങ് ഓഫ് ലൈറ്റ് യു ഷുഡ് സീ ഗിവൺ ദ മാസ് ഓഫ് ദി ഒബ്ജക്ട്. അപ്പോൾ തിയറി ഓഫ് റിലേറ്റീവിൽ പറയുന്നത് ഒരു ഈ പറയുന്ന സ്പേസ് ടൈം ഫാബ്രിക്കിലുള്ള ആ ഒരു ഡിസ്റ്റോർഷന് ലൈറ്റിനെ പോലും ബെൻഡ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ജനറൽ തിയറി ഓഫ് റിലേറ്റീവിൽ ഐൻസ്റ്റീൻ പറഞ്ഞത്. അപ്പോൾ ആ ലൈറ്റിന്റെ ബെൻഡിങ്, ലൈറ്റ് മൂവ് ചെയ്യുമ്പോൾ ലൈറ്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് സാധാരണ ലൈറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? ലൈറ്റ് ഒരു സ്ട്രെയിറ്റ് പാത്തിലേ മൂവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ സ്ട്രെയിറ്റ് പാത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈറ്റിനെ ബെൻഡ് ചെയ്യാൻ അതിന് സാധിക്കും. ബെൻഡ് ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ആ ഒരു ഒബ്ജക്റ്റിന്റെ ആ സ്പേസ് ടൈം ഫാബ്രിക്കിനെ ഡിസ്റ്റോർട്ട് ചെയ്ത ഒബ്ജക്റ്റിന്റെ മാസിന്റെ അടിസ്ഥാനത്തിലാണ് ബെൻഡിങ് എത്രത്തോളം നടന്നു എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബെൻഡിങ് ഓഫ് ലൈറ്റ് ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നത് ഗ്രാവിറ്റിയുടെ സ്ട്രെങ്ത് അനുസരിച്ച് ലൈറ്റ് ബെൻഡ് ചെയ്യുന്നതിനെയാണ് ഗ്രാവിറ്റേഷണൽ ലെൻസിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ലെൻസിങ് ഇറ്റ് ഹാസ് ബീൻ ഡിറ്റക്റ്റഡ് ഓൺ ദ കോസ്മോളജിക്കൽ സ്കെയിൽ ആസ് എൻറ്റയർ ക്ലസ്റ്റർ ഓഫ് ഗാലക്സീസ് ഡിസ്റ്റോർട്ട് ദ ലൈറ്റ് ഫ്രം മോർ ഡിസ്റ്റന്റ് ഗാലക്സീസ് ബിഹൈൻഡ് ദ. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഗ്രാവിറ്റിയുടെ സ്പേസ് ടൈം ഫാബ്രിക്കിലുള്ള ആ ഡിസ്റ്റോർഷനെയാണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ട് സാധാരണ സയന്റിസ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, ഇതൊരു ആ കറുത്തിരിക്കുന്ന ആ ഷീറ്റ് അതാണ് സ്പേസ് ടൈം ഫാബ്രിക്. ഓക്കെ, ആ സ്പേസ് ടൈം ഫാബ്രിക്കിലേക്ക് നമ്മളൊരു ഹെവി ആയിട്ടുള്ള ഒരു മാസ് ആയിട്ടുള്ള ഒരു ബോൾ, അത് എർത്താണെന്നോ അല്ലെങ്കിൽ എർത്തോ അല്ലെങ്കിൽ സണ്ണോ ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ അത്രയും ഹെവി ആയിട്ടുള്ള ഒരു മാസ് ആ സ്പേസ് ടൈം ഫാബ്രിക്കിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്താൽ നോക്കുക, ആ മാസിന്റെ എഫക്റ്റ് മൂലം ആ സ്പേസ് ടൈം ഫാബ്രിക്കിൽ ഒരു കുഴിവ്, ഒരു ഡിപ്രഷൻ ഫോം ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഡിസ്റ്റോർഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നാം ഒരു ചെറിയ ബോള് ആ ഷീറ്റിലേക്ക് നമ്മളൊന്ന് ഇടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ ബോള് പതുക്കെ ഉരുണ്ട് ആ നടുക്കുള്ള ഡിപ്രഷന്റെ അടുത്തേക്ക് വന്ന് എൻഡ് ചെയ്യും.
ഓക്കെ, ഇത് തന്നെയാണ് ശരിക്കും ആക്ച്വലി സംഭവിക്കുന്നത്. ഗ്രാവിറ്റി ഇങ്ങനെയാണ് ആക്ട് ചെയ്തത്. ഇതാണ് ഐൻസ്റ്റീന്റെ തിയറി അനുസരിച്ച് ഐൻസ്റ്റീൻ ഗ്രാവിറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്തത് ഇങ്ങനെയാണ്. ന്യൂട്ടോണിയൻ ഫിസിക്സിലെ ഗ്രാവിറ്റി ഇങ്ങനെയല്ല, അതൊരു ഫോഴ്സ് ആയിരുന്നു. പക്ഷെ ഇതെന്താണ്, ആ സ്പേസ് ടൈം ഫാബ്രിക്കിൽ ഉണ്ടാകുന്ന ഡിസ്റ്റോർഷൻ മൂലം അട്രാക്ട് ചെയ്യപ്പെടുന്നു. ആ ഡിസ്റ്റോർഷനിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആ ഗ്രാവിറ്റേഷണൽ ലെൻസിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ബേസിക്കലി നമ്മൾ പറഞ്ഞു എന്താണ്, ലൈറ്റ് ഒരു സ്ട്രെയിറ്റ് പാത്തിലാണ് വരുന്നത്. ഓക്കെ, ഒരു സ്ട്രെയിറ്റ് പാത്തിലാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. ഈ കൊടുത്തിരിക്കുന്നത് ഒരു സ്റ്റാറിന്റെ എക്സാക്ട് ലൊക്കേഷനാണ്. ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത് ഒരു സ്റ്റാറിന്റെ എക്സാക്ട് ലൊക്കേഷനാണ്. ആ സ്റ്റാറിൽ നിന്ന് ഒരു ലൈറ്റ് പുറപ്പെട്ടു. ഓക്കെ, ആ ലൈറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുകയാണ്. ഓക്കെ, സോറി, ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞത് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഈ റെഡ് കാണുന്നത് ഒറിജിനൽ സ്റ്റാർ അല്ല, ഈ ബ്ലാക്കിൽ കാണപ്പെടുന്നതാണ് ഒറിജിനൽ സ്റ്റാർ. ഓക്കെ, ഈ ബ്ലാക്ക് ആയിട്ട് കാണുന്നത് ഒറിജിനൽ സ്റ്റാറിന്റെ ലൊക്കേഷൻ ആണ്. ആ സ്റ്റാറിൽ നിന്ന് ഒരു ലൈറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നു. കാരണം ലൈറ്റ് ഓൾവേസ് ട്രാവൽസ് ഇൻ ദ സ്ട്രെയിറ്റ് പാത്ത്. അപ്പൊ ലൈറ്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുമ്പോൾ ആ ലൈറ്റ് പെട്ടെന്ന് ഒരു മാസീവ് ആയിട്ടുള്ള ഒരു ബോഡിയുടെ അടുത്തുകൂടിയാണ് പാസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇതൊരു വലിയ ഒരു ഹ്യൂജ് സ്റ്റാർ ആണെന്നോ അല്ലെങ്കിൽ ഒരു ഗാലക്സിയോ ആണെന്നോ നമ്മൾ ഇമാജിൻ ചെയ്യുക. അപ്പോൾ ഈ ഗാലക്സിയുടെ അടുത്തുകൂടിയാണ് ഈ സ്റ്റാറിൽ നിന്ന് വന്ന ലൈറ്റ്, ഒരു സ്ട്രെയിറ്റ് പാത്തിലൂടെ ട്രാവൽ ചെയ്യുന്ന ലൈറ്റ് മൂവ് ചെയ്യുന്നത്, ഓക്കെ, പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ഒരു ഗാലക്സിയുടെ ഹെവി മാസ് കാരണം ആ ഗാലക്സി ഇരിക്കുന്ന സ്പേസ് ആൻഡ് ടൈം ഫാബ്രിക് ബെൻഡ് ചെയ്തിട്ടുണ്ട്, ഒരു ഡിസ്റ്റോർഷൻ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഹെവി ഗ്രാവിറ്റി ഉള്ളത് കാരണം എന്ത് പറ്റുന്നു, ഈ ലൈറ്റിന്റെ പാത്ത് പതുക്കെ ബെൻഡ് ചെയ്യപ്പെടുന്നു. ഇവിടെ ഒരു ബെൻഡ് വരുന്നുണ്ട്. ബെൻഡ് ചെയ്തിട്ടാണ് അത് ഒബ്സർവ് ചെയ്യുന്ന ആളിലേക്ക് ആ ലൈറ്റ് എത്തുന്നത്. നമ്മളാണ് ഒബ്സർവർ. എർത്തിൽ നിന്ന് നമ്മൾ ഇത് ഒബ്സർവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്തേക്ക് ബെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ ബെൻഡ് ചെയ്ത് ലൈറ്റ് വന്നത് കൊണ്ട് നമ്മൾ കാണുമ്പോൾ ആ നക്ഷത്രം ആക്ച്വലി ഇപ്പോൾ എവിടെയാണ്? നമ്മൾ നോക്കുമ്പോൾ അതിന്റെ പാത്ത് ബെൻഡ് ചെയ്തത് കാരണം നമ്മൾ ആക്ച്വലി നോക്കുമ്പോൾ ആ സ്റ്റാറിന്റെ ലൊക്കേഷൻ നമുക്ക് ഈ റെഡ് സ്പോട്ട് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ആക്ച്വലി ആ സ്റ്റാറിന്റെ ലൊക്കേഷൻ അവിടെ ആയിരുന്നില്ല. നമുക്ക് അങ്ങനെ തോന്നുന്നതിന്റെ കാരണം ലൈറ്റ് ബെൻഡ് ചെയ്തതുകൊണ്ടാണ് ഇവിടെയാണെന്ന് നമുക്ക് തോന്നുന്നത്. കേസ് രണ്ടാമത്തെ ഫിഗറിലേക്ക് നോക്കിയാൽ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ഇത് ഭൂമിയാണ്, ഇത് സൺ ആണ്. സി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് എർത്ത് ആണ്, എ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് സൺ ആണ്, ബി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് വളരെ ദൂരെയുള്ള ഒരു സ്റ്റാർ ആണ്. ആ സ്റ്റാറിൽ നിന്ന് വന്ന ലൈറ്റ് സൂര്യന്റെ അടുത്തുകൂടി ട്രാവൽ ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു, സൂര്യന്റെ ഗ്രാവിറ്റി, ഹെവി ഗ്രാവിറ്റി മൂലം ആ ലൈറ്റ് ബെൻഡ് ചെയ്യുന്നു. ബെൻഡ് ചെയ്തിട്ടാണ് ഭൂമിയിലുള്ള ഒബ്സർവറിന്റെ അടുത്തേക്ക് ആ ലൈറ്റ് എത്തുന്നത്. അപ്പൊ ഭൂമിയിലുള്ള ഒബ്സർവർ ആ ബെൻഡ് ചെയ്യപ്പെട്ട ലൈറ്റ് ആണ് കാണുന്നത്. ബെൻഡ് ചെയ്യപ്പെട്ട ലൈറ്റ് കാണുമ്പോൾ എന്ത് സംഭവിക്കുന്നു, നമ്മൾ കാണുമ്പോൾ സ്റ്റാർ ഈ ഡി എന്ന് പറയുന്ന പൊസിഷനിലായിട്ടാണ് നമുക്ക് തോന്നുക. ഒബ്സർവറിനെ നോക്കുമ്പോൾ സ്റ്റാർ ഡി എന്ന് പറയുന്ന പൊസിഷനിലായിട്ടാണ് തോന്നുന്നത്. പക്ഷെ ആക്ച്വലി സ്റ്റാർ ബി എന്ന് പറയുന്ന പൊസിഷനിലായിരുന്നു. അപ്പൊ ഇതാണ് ഗ്രാവിറ്റേഷണൽ ലെൻസിങ്. ഇത് തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ ഐൻസ്റ്റീൻ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. ഇതൊരു പിന്നീട് പ്രൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു സോളാർ എക്ലിപ്സിന്റെ സമയത്ത് ഒരു സയന്റിസ്റ്റ് ഇങ്ങനെ ഈ പറയുന്ന ഗ്രാവിറ്റേഷണൽ ലെൻസിങ് പ്രൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് ഈ പറയുന്ന പോലെ കുറച്ച് ആസ്ട്രോണമിക്കൽ ബോഡീസിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഗാലക്സി. ഗാലക്സി എന്താണെന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. ഗാലക്സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ക്ലസ്റ്റർ ഓഫ് സ്റ്റാർസ്. Okay, so technically a galaxy is a huge collection of gas, dust and billions of stars and their solar systems all held together by gravity. Okay, അപ്പോൾ പ്രപഞ്ചത്തിലെ ഫണ്ടമെന്റൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത് ഗ്രാവിറ്റിയാണ്. ഗ്രാവിറ്റിയാണ് എല്ലാത്തിനെയും പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ ഗാലക്സിനെ പിടിച്ചു നിർത്തുന്നതും അതിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നതും ഗ്രാവിറ്റിയാണ്. അപ്പൊ ഗാലക്സി സ്റ്റാർസിന്റെയും ഗ്യാസസിന്റെയും ഡസ്റ്റിന്റെയും ഓരോ സ്റ്റാറിന്റെ സോളാർ സിസ്റ്റത്തിന്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ, അതിന്റെ ഒരു കളക്ഷൻ ആണ് ഗാലക്സി. അപ്പൊ അതിനെല്ലാം ചേർത്ത് പിടിച്ച് നിർത്തുന്നതും ഈ പറയുന്ന ഗ്രാവിറ്റി എന്ന ഫോഴ്സ് ആണ്. ആൻഡ് ദർ കുഡ് ബി ആസ് മെനി ആസ് മോർ ദാൻ 100 ബില്യൺ ഗാലക്സീസ് ഇൻ ദ യൂണിവേഴ്സ്. അത് നമ്മുടെ ഒരു പ്രഡിക്ഷൻ ആണ്. അതിലും കൂടുതലുണ്ടാവാനേ സാധ്യതയുള്ളൂ. ഓക്കെ, ഇനി ബേസിക്കലി 3 ടൈപ്പ് ഓഫ് ഗാലക്സീസ് ഉണ്ട്. സ്പൈറൽ ഗാലക്സി, എലിപ്റ്റിക്കൽ ഗാലക്സി ആൻഡ് ഇറഗുലാർ ഗാലക്സി. അപ്പൊ അതിന്റെ ഒരു ഷേപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഗാലക്സീസിനെ ഇങ്ങനെ തിരിച്ചിരിക്കുന്നത്. അപ്പൊ സ്പൈറൽ ഗാലക്സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ഷേപ്പ്, ഒരു സ്പൈറൽ ഷേപ്പിലായിരിക്കും ആ ഗാലക്സി ഉണ്ടാവുക. അതുകൊണ്ടാണ് അതിനെ സ്പൈറൽ ഗാലക്സി എന്ന് വിളിക്കുന്നത്. എലിപ്റ്റിക്കൽ ഗാലക്സിക്ക് എലിപ്റ്റിക്കൽ ഷേപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇറഗുലാർ ഗാലക്സിക്ക് ഓഫ് കോഴ്സ് പ്രത്യേകിച്ച് ഒരു ഷേപ്പ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. ഇറഗുലാർ ആയിട്ടായിരിക്കും അത് കാണപ്പെടുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് ആൻ ഇറഗുലാർ ഗാലക്സി.
ഓക്കെ, സോ ഇനി നമുക്ക് നമ്മുടെ ഗാലക്സിയെ കുറിച്ച്, ദ മിൽക്കി വേ ഗാലക്സി അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ ക്ഷീരപഥം എന്ന് വിളിക്കുന്നു. സോ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. സോ മിൽക്കി വേ ഗാലക്സി ഇസ് എ സ്പൈറൽ ഗാലക്സി. ഓക്കെ, അതൊരു സ്പൈറൽ ഗാലക്സിയാണ്. അറൌണ്ട് 13.6 ബില്യൺ ഇയേഴ്സ് ഓൾഡ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. So just as Earth orbits the Sun, the solar system, just as Earth orbits the Sun, the solar system orbits the center of the Milky Way. ഓക്കെ, നമ്മുടെ ഭൂമിയും മറ്റ് പ്ലാനറ്റ്സും സൂര്യനെ വലം വെക്കുന്നത് പോലെ തന്നെ നമ്മുടെ എൻറ്റയർ സോളാർ സിസ്റ്റം, സൂര്യനും പ്ലാനറ്റ്സും അടങ്ങുന്ന നമ്മുടെ എൻറ്റയർ സോളാർ സിസ്റ്റം മിൽക്കി വേ ഗാലക്സിയുടെ സെന്ററിനെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഗ്രാവിറ്റി എന്ന് പറയുന്ന ഫോഴ്സ് ആണ് അതിനെ അങ്ങനെ അത് എർത്തിന്റെ ഇപ്പൊ എർത്തും മറ്റ് പ്ലാനറ്റ്സും സൂര്യന് ചുറ്റും കറങ്ങുന്നതിന്റെ ബേസിക് റീസൺ എന്താണ്? ഗ്രാവിറ്റിയാണ്. അതുപോലെ തന്നെ മിൽക്കി വേ ഗാലക്സിയുടെ സെന്ററിനെ റൊട്ടേറ്റ് ചെയ്ത് സോളാർ സിസ്റ്റം റൊട്ടേറ്റ് ചെയ്ത് ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന ഗ്രാവിറ്റി എന്ന് പറഞ്ഞ ഫോഴ്സ് ആണ് അവിടെയും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സോളാർ സിസ്റ്റം മിൽക്കി വേ ഗാലക്സിനെ ഓർബിറ്റ് ചെയ്യുന്നത് എത്ര കിലോമീറ്റർ പെർ അവറിലാണെന്ന് നോക്കുക. 8,28,000 കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ് അത് ഓർബിറ്റ് ചെയ്യുന്നത്. പക്ഷെ നമുക്കത് ഫീൽ ചെയ്യത്തില്ല. ഓക്കെ, ആൻഡ് ഇറ്റ് സ്റ്റിൽ ടേക്സ് അവർ സോളാർ സിസ്റ്റം അപ്രോക്സിമേറ്റ്ലി 250 മില്യൺ ഇയേഴ്സ് ടു കംപ്ലീറ്റ് എ സിംഗിൾ റെവല്യൂഷൻ. ഓക്കെ, ഭൂമിക്ക് സൂര്യന് ചുറ്റും ഒന്ന് റിവോൾവ് ചെയ്ത് വരാൻ 365 ദിവസങ്ങൾ മതി. പക്ഷെ നമ്മുടെ സോളാർ സിസ്റ്റത്തിന് മിൽക്കി വേ ഗാലക്സീനെ ഒന്ന് കംപ്ലീറ്റ് ഒന്ന് റിവോൾവ് ചെയ്ത് വരാനായിട്ട് 250 മില്യൺ ഇയേഴ്സ് വേണം. അത്രയും വാസ്റ്റ് ആണ് നമ്മുടെ മിൽക്കി വേ ഗാലക്സി. പക്ഷെ മറ്റ് പ്രപഞ്ചത്തിലുള്ള മറ്റ് ഗാലക്സീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ മിൽക്കി വേ ഗാലക്സി ചെറിയ ഗാലക്സിയാണ്. ഓക്കെ, സോ ദ ആൻഡ്രോമേഡ ഗാലക്സി അല്ലെങ്കിൽ M31 എന്ന് വിളിക്കുന്നു. ഇറ്റ് ഈസ് എ ക്ലോസസ്റ്റ് ലാർജ് ഗാലക്സി ടു ദ മിൽക്കി വേ. ഇറ്റ് ക്യാൻ ബി സീൻ ഫ്രം എർത്ത് വിത്ത് അവർ നേക്കഡ് ഐസ്. ഇപ്പോൾ മിൽക്കി വേയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ഗാലക്സി ആൻഡ്രോമേഡ ഗാലക്സിയാണ്. ഓക്കെ, നെക്സ്റ്റ് കോൺസെപ്റ്റ് ഈസ് നെബുല. സോ വാട്ട് യു മീൻ ബൈ എ നെബുല? നെബുല എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു സ്റ്റാർസിന്റെ ഒരു നഴ്സറി എന്ന് നമുക്ക് വേണേൽ വിളിക്കാം. അതായത് നക്ഷത്രങ്ങൾ ജന്മം എടുക്കുന്നത് നെബുല എന്ന് പറയുന്ന ആ സ്ഥലത്താണ് നക്ഷത്രങ്ങൾ ജന്മം എടുക്കുന്നത്. ഓക്കെ, നെബുല ഈസ് ആൻ ഇനോർമസ് ക്ലൗഡ് ഓഫ് ഡസ്റ്റ് ആൻഡ് ഗ്യാസ് occupying the space between stars and acting as a nursery for new stars. നക്ഷത്രങ്ങളുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഡസ്റ്റും ഗ്യാസും നിറഞ്ഞ ഒരു ഏരിയ. ഓക്കെ, ഒരു ക്ലൗഡ് ഓഫ് ഡസ്റ്റ് ആൻഡ് ഗ്യാസ്, ആ ഏരിയയ്ക്കാണ് നമ്മൾ നെബുല എന്ന് വിളിക്കുന്നത്. അവിടെയാണ് പുതിയ നക്ഷത്രങ്ങൾ ജന്മമെടുക്കുന്നത്. Okay, and nebulae are made up of dust, basic elements such as hydrogen and other ionized gas. ഇതാണ് സ്റ്റാർസ് ഫോം ചെയ്യാനുള്ള ബേസിക് കമ്പോണൻസ്. ഹൈഡ്രജനും അയണൈസ്ഡ് ഗ്യാസസും ഡസ്റ്റുകളും ഇതൊക്കെ ചേർന്നാണ് നക്ഷത്രങ്ങൾ ഫോം ചെയ്യുന്നത്. Some nebulae come from that gas and dust thrown out by the explosion of a dying star such as a supernova. Other nebulae are regions where new stars are beginning to form. But ചില നെബുലാസ് എന്ന് പറയുന്നത് ഒരു സ്റ്റാർ എക്സ്പ്ലോഡ് ചെയ്യുമ്പോൾ, ആ എക്സ്പ്ലോഷനെയാണ് നമ്മൾ സൂപ്പർനോവ എന്ന് വിളിക്കുന്നത്. ഒരു നക്ഷത്രം എക്സ്പ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ എൻഡിലേക്ക് എത്തുമ്പോൾ ആ നക്ഷത്രം എക്സ്പ്ലോഡ് ചെയ്യും. ചില നക്ഷത്രങ്ങൾ അതിനെ നമ്മൾ സൂപ്പർനോവ എക്സ്പ്ലോഷൻ എന്ന് വിളിക്കും. അപ്പൊ അങ്ങനെ സൂപ്പർനോവ എക്സ്പ്ലോഷൻ നടക്കുമ്പോഴും ചില നെബുലാസ് ഫോം ചെയ്യാം. അതായത് ആ സൂപ്പർനോവ എക്സ്പ്ലോഷന്റെ സമയത്ത് ത്രോ ഔട്ട് ചെയ്യുന്ന ഗ്യാസും ഡസ്റ്റും കൂടെ ചേർന്ന് നെബുലൈ ഫോം ചെയ്യാം. അതല്ലാത്ത സാധാരണ കാണുന്ന നെബുല എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ നക്ഷത്രങ്ങൾ ജന്മം എടുക്കുന്ന റീജിയൻസ് ആണ്. ഓക്കെ, ഇതുവരെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ലാർജസ്റ്റ് നോൺ നെബുല എന്നത് ടാരാന്റുല നെബുല എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ടാരാന്റുല നെബുല ഇസ് എ ലാർജസ്റ്റ് നോൺ നെബുല. അപ്പോൾ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കാണാം. Messier 87 or M87 recently seen in news refers to a supergiant elliptical galaxy, a black hole, an exoplanet, a neutron star. എന്താണ് M87? Okay, so M87 is basically a supergiant elliptical galaxy. Okay, option A ആണ് correct. Okay, Messier 87 അല്ലെങ്കിൽ M87, also known as Virgo A or NGC 4486. Okay, generally നമ്മൾ അബ്രിവിയേറ്റ് ചെയ്ത് M87 എന്ന് വിളിക്കും. ഇറ്റ്സ് എ സൂപ്പർ ജയന്റ് എലിപ്റ്റിക്കൽ ഗാലക്സി വിത്ത് സെവറൽ ട്രില്യൺ സ്റ്റാർസ് ഇൻ ദ കോൺസ്റ്റലേഷൻ വിർഗോ. ഓക്കെ, വിർഗോ എന്ന് പറയുന്ന കോൺസ്റ്റലേഷനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സൂപ്പർ എലിപ്റ്റിക്കൽ ഗാലക്സിയാണ് M87. എന്തുകൊണ്ടാണ് M87 റീസെന്റ് കറണ്ട് അഫയേഴ്സിൽ മെൻഷൻ ചെയ്തത്? ബിക്കോസ് M87ന്റെ നടുക്ക് ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ട്. ബ്ലാക്ക് ഹോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ട്.
നമ്മൾ ആദ്യമായിട്ട് ഒരു ബ്ലാക്ക് ഹോളിന്റെ ഫോട്ടോഗ്രാഫ് എടുത്തത് ഈ M87 എന്ന് പറയുന്ന ഗാലക്സിയുടെ സെൻട്രൽ പോർഷനിൽ സ്ഥിതി ചെയ്യുന്ന ബ്ലാക്ക് ഹോളിന്റെയാണ്. ഓക്കെ, ആദ്യമായിട്ട് ഫോട്ടോഗ്രാഫി ചെയ്യപ്പെട്ട ബ്ലാക്ക് ഹോൾ ആണ് M87ന്റെ സെൻട്രൽ പോർഷനിൽ സെൻട്രലിൽ സ്ഥിതി ചെയ്യുന്ന ബ്ലാക്ക് ഹോൾ. ഓക്കെ, അതുകൊണ്ടാണ് കറണ്ട് അഫയേഴ്സിൽ മെൻഷൻ ചെയ്തത്. ഇത് ആ ഒറിജിനൽ ഫോട്ടോഗ്രാഫ് ആണ്. ഒറിജിനലായിട്ട് നമ്മൾ നാസ എടുത്ത ഫോട്ടോഗ്രാഫാണ്. M87 ഗാലക്സിയാണ് നമ്മൾ ഈ ഓറഞ്ച് കളറിൽ കാണുന്നത്. അതിന്റെ നടുക്ക് ഒരു ഡാർക്ക് പോർഷൻ ഉണ്ട്. ആ ഡാർക്ക് പോർഷൻ ഈസ് ആക്ച്വലി എ ബ്ലാക്ക് ഹോൾ. ഓക്കെ, so another question. Sagittarius A, recently seen in news, refers to a neutron star, a black hole, a galaxy, an exoplanet. What do you mean by a Sagittarius A? Okay, so the answer is option B, a black hole. ഓക്കെ, സഗിറ്റാരിയസ് എ എന്ന് പറയുന്നത് മിൽക്കി വേ ഗാലക്സിയുടെ സെൻട്രൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ആണ്. സാധാരണ ഒട്ടുമിക്ക എല്ലാ ഗാലക്സീസിന്റെയും സെൻട്രൽ പോർഷനിൽ ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ടാകും. അങ്ങനെ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ സെൻട്രൽ പോർഷനിലും ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ട്. നമ്മുടെ സോളാർ സിസ്റ്റവും അടങ്ങുന്ന എല്ലാ സ്റ്റാർസും ഈ ബ്ലാക്ക് ഹോളിനെ ചുറ്റുമാണ്. മിൽക്കി വേ ഗാലക്സിയിലുള്ള എല്ലാ സ്റ്റാർസും അതിന്റെ സോളാർ സിസ്റ്റവും ഈ ബ്ലാക്ക് ഹോളിനെയാണ് ഓർബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ മിൽക്കി വേ ഗാലക്സിയുടെ സെൻട്രൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സൂപ്പർ മാസീവ് ആയിട്ടുള്ള ബ്ലാക്ക് ഹോളിനെയാണ് സഗിറ്റാരിയസ് എ എന്ന് വിളിക്കുന്നത്. സോ വാട്ട് ഡു യു മീൻ ബൈ ബ്ലാക്ക് ഹോൾ? ബ്ലാക്ക് ഹോളുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് എക്സാം പെർസ്പെക്റ്റീവിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തത്. സോ ബ്ലാക്ക് ഹോൾസ് ആർ പോയിന്റ്സ് ഇൻ സ്പേസ് that are so dense they create deep gravity sinks from which even light cannot escape. അപ്പോൾ സ്പേസിലുള്ള ചില പോയിന്റ്സ് ആണ്. ആ ബ്ലാക്ക് ഹോളിന്റെ പ്രത്യേകത എന്താണ്? ആ ബ്ലാക്ക് ഹോൾ വളരെ ഡെൻസ് ആണ്. അവിടുത്തെ ഗ്രാവിറ്റിയും വളരെ കൂടുതലാണ്. ഹൈ ഗ്രാവിറ്റിയാണ്. ആ ഗ്രാവിറ്റി വളരെ കൂടുതലായതുകൊണ്ട് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും സാധിക്കാത്ത വണ്ണം ഗ്രാവിറ്റി വളരെ കൂടുതലായതുകൊണ്ട് ഒരു വസ്തുവിനും, ഈവൻ ലൈറ്റിന് പോലും ഒരു ബ്ലാക്ക് ഹോളിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ സാധിക്കത്തില്ല. ലൈറ്റിനെ പോലും ആ ബ്ലാക്ക് ഹോൾ അട്രാക്ട് ചെയ്ത് അതിലേക്ക് ആകർഷിക്കും. അതുകൊണ്ട് ലൈറ്റിന് പോലും അതിനെ എസ്കേപ്പ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ഇമേജിൽ, നമ്മൾ നേരത്തെ കണ്ട ഫോട്ടോഗ്രാഫിൽ ആ നടുക്കത്തെ പോർഷൻ ബ്ലാക്ക് ആയിട്ട് കാണുന്നതിന്റെ റീസൺ എന്താണ്? എല്ലാ വസ്തുവിനെയും അത് നടുക്കിലേക്ക് ആകർഷിക്കുന്നു. അവിടെ നമുക്കൊരു ബ്ലാക്ക് സ്പോട്ട് മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. ഒന്നിനെയും അത് വെറുതെ വിടുന്നില്ല. Okay, so it can be formed by the death of a massive star. A black hole takes up zero space but does have mass that used to be a star, and the black holes get more massive as they consume matter near them. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ബ്ലാക്ക് ഹോൾ ഫോം ചെയ്യുന്നത് ഒരു മാസീവ് ആയിട്ടുള്ള ഒരു സ്റ്റാർ അത് ഡെഡ് ആയി കഴിയുമ്പോഴാണ്. ഒരു സ്റ്റാറിന് ഒരു തുടക്കവും ഉണ്ട്, ഒരു എൻഡും ഉണ്ട്. അപ്പോൾ ഒരു മാസീവ് ആയിട്ടുള്ള ഒരു ആവശ്യത്തിലധികം മാസമുള്ള ഒരു സ്റ്റാർ അതിന്റെ എൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് മിക്കപ്പോഴും ഒരു ബ്ലാക്ക് ഹോൾ ആയിട്ട് മാറുന്നത്. അപ്പോൾ ആ ബ്ലാക്ക് ഹോളിന് നമുക്ക് ടെക്നിക്കലി ബ്ലാക്ക് ഹോൾ സ്പേസ് ഒന്നും ഒക്കുപ്പൈ ചെയ്യുന്നില്ല. പക്ഷെ ആ ബ്ലാക്ക് ഹോളിന് ഒരു മാസ് ഉണ്ട്. ആ സ്റ്റാറിന്റെ, എന്ത് സ്റ്റാർ ആണോ ബ്ലാക്ക് ഹോൾ ആയിട്ട് മാറിയത്, ആ സ്റ്റാറിന്റെ മാസ് ആയിരിക്കും ബ്ലാക്ക് ഹോളിന് ഉണ്ടാവുക. ആൻഡ് ബ്ലാക്ക് ഹോള് ഈ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. അതായത് മാറ്റർ കൺസ്യൂം ചെയ്യുന്നതനുസരിച്ച്, അതിന് ചുറ്റുമുള്ള മാറ്റർ കൺസ്യൂം ചെയ്യുന്നതനുസരിച്ച് ബ്ലാക്ക് ഹോളിന്റെ സൈസ് കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ ടെക്നിക്കലി ദ ബിഗർ ദേ ആർ, the larger the zone of no return they have, where anything entering their territory is irrevocably lost to the black hole. This point of no return is called the event horizon. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഇവന്റ് ഹൊറൈസൺ എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു. അപ്പൊ ഇവന്റ് ഹൊറൈസൺ ഈസ് അസോസിയേറ്റഡ് വിത്ത് ബ്ലാക്ക് ഹോൾസ്. അപ്പൊ ബ്ലാക്ക് ഹോള് വലുതാകും തോറും, അതിൽ സൈസിൽ വലുതാകും തോറും നമ്മൾ ആ നോ റിട്ടേൺ, നമ്മൾ നേരത്തെ പറഞ്ഞു ലൈറ്റിന് പോലും ബ്ലാക്ക് ഹോളിന് എസ്കേപ്പ് ചെയ്യാൻ സാധിക്കത്തില്ല എന്ന്. ഓക്കെ, അപ്പോൾ ഇവന്റ് ഹൊറൈസൺ എന്ന് പറയുന്ന ബ്ലാക്ക് ഹോളിന്റെ ഒരു പോയിന്റ് ഉണ്ട്. ഒരു ഇവന്റ് ഹൊറൈസൺ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഓഫ് ഉണ്ട്. ആ പോയിന്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും എസ്കേപ്പ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇവന്റ് ഹൊറൈസൺ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വസ്തുവിനും ബ്ലാക്ക് ഹോളിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ സാധിക്കത്തില്ല. ഓക്കെ, വെൻ എ മാസീവ് സ്റ്റാർ, നമ്മുടെ സൺന്റെ 8 ടൈംസ് ബിഗർ ആയിട്ടുള്ള, മാസ് 8 ടൈംസ് കൂടുതലായിട്ടുള്ള ഒരു സ്റ്റാർ അതിന്റെ തെർമോ ന്യൂക്ലിയർ ഫ്യൂവല് റൺ ഔട്ട് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ സ്റ്റാർ അതിന്റെ എൻഡ് ഓഫ് ലൈഫിലേക്ക് എത്തി, അതിന്റെ ലൈഫ് എൻഡ് ആവാറായി. അപ്പോൾ അങ്ങനെ ആ സ്റ്റേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ എന്ത് പറ്റും? അതിന്റെ കോറ് അൺസ്റ്റേബിൾ ആകും.
ഓക്കെ, നമ്മുടെ സണ്ണിനേക്കാളും 8 ടൈംസ് ബിഗർ ആയിട്ടുള്ള ഒരു മാസീവ് സ്റ്റാറിന്റെ കേസാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു സ്റ്റാറിന്റെ തെർമോന്യൂക്ലിയർ ഫ്യൂൽ, അതായത് ഹൈഡ്രജനും ഹീലിയവും പോലുള്ള ഫ്യൂവൽ തീർന്നു കഴിയുമ്പോൾ, റൺ ഔട്ട് ആയി കഴിയുമ്പോൾ എന്ത് പറ്റും, അതിന്റെ കോർ അൺസ്റ്റേബിൾ ആകും. അപ്പൊ കോർ അൺസ്റ്റേബിൾ ആകുമ്പോൾ ആ മാസീവ് സ്റ്റാറിന്റെ ഗ്രാവിറ്റി ആ കോറിനെ കൊളാപ്സ് ചെയ്യാൻ പ്രേരിപ്പിക്കും. ഗ്രാവിറ്റി മൂലം ആ കോർ കൊളാപ്സ് ചെയ്യും, പ്രേരിപ്പിക്കുകയല്ല, കൊളാപ്സ് ചെയ്യും. ഓക്കെ, അപ്പൊ അത് ആ കോർ വിൽ കൊളാപ്സ് അപ്പോൺ ഇറ്റ് സെൽഫ്. അങ്ങനെ കൊളാപ്സ് ചെയ്യുമ്പോഴാണ് എന്ത് പറ്റുന്നത്, ഈ പറയുന്ന ബ്ലാക്ക് ഹോൾ ഫോം ചെയ്യുന്നത്. Okay, this huge weight of its constituent matter falling in compresses the dying star to a point of zero volume and infinite density called as singularity. And singularity എന്ന് പറയുന്ന ഒരു പോയിന്റും അത് അച്ചീവ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ആ സിംഗുലാരിറ്റിയുടെ പ്രത്യേകത എന്താണ്? സീറോ വോളിയം ആയിരിക്കും, പക്ഷെ ഇൻഫിനിറ്റ് ഡെൻസിറ്റി ആയിരിക്കും. ഓക്കെ, സോ വാട്ട് യു മീൻ ബൈ എ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ? പേരിൽ തന്നെയുണ്ട്. സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ ബ്ലാക്ക് ഹോൾ ആണ്. സാധാ ബ്ലാക്ക് ഹോളിനേക്കാളും കുറച്ചുകൂടെ ജൈജാന്റിക് ആയിട്ടുള്ള ബ്ലാക്ക് ഹോൾസിനെയാണ് നമ്മൾ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ എന്ന് വിളിക്കുന്നത്. സോ ബേസിക്കലി എ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ നമ്മൾ സാധാരണഗതിയിൽ കാണുന്നത് ഒരു ഗാലക്സിയുടെ സെൻട്രൽ പോർഷനിലാണ്. ഓക്കെ, നമ്മൾ നേരത്തെ സഗിറ്റാരിയസ് എ എന്ന് പറയുന്ന മിൽക്കി വേ ഗാലക്സിയുടെ സെൻട്രൽ പോർഷനിലുള്ള ഒരു ബ്ലാക്ക് ഹോളിനെ കുറിച്ച് മെൻഷൻ ചെയ്തു. അതും ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ആണ്. അറ്റ് ദ സെന്റർ ഓഫ് ദ മോസ്റ്റ് ഗാലക്സീസ് ഇൻക്ലൂഡിംഗ് അവർ മിൽക്കി വേ ദർ ഈസ് എ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ. Okay, sometimes these supermassive black holes collect disk of gas, dust and stellar debris around it when they fall into the black hole, and its gravitational energy can be converted into light. Okay, and this process makes the centers of the galaxies very bright and is called as active galactic nuclei, and at the times AGN shoots out jets of matter at the speed of light from its center called as quasar. Okay, അപ്പോൾ ഗ്രാവിറ്റേഷണൽ എനർജി ലൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്ന ഒരു സമയത്ത് എന്താണ് സംഭവിക്കുക, ഈ ഗാലക്സീസിന്റെ സെന്റർ പോർഷൻ വളരെ ബ്രൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആ ബ്രൈറ്റ് ആയിട്ട് കാണപ്പെടുന്ന സമയത്താണ് നമ്മൾ അതിനെ ആക്റ്റീവ് ഗലാക്ടിക് ന്യൂക്ലിയൈ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ആക്റ്റീവ് ഗലാക്ടിക് ന്യൂക്ലിയൈ ഒരു എന്താ പറയുക, മാറ്ററിനെ ലൈറ്റിന്റെ സ്പീഡിൽ ഒരു ജെറ്റ്സ് ഓഫ് മാറ്ററിനെ ത്രോ ഔട്ട് ചെയ്യും. അപ്പൊ അതിനെയാണ് നമ്മൾ ടെക്നിക്കലി ക്വസാർ എന്ന് വിളിക്കുന്നത്. In April 2019, scientists at the Event Horizon Telescope project released the first ever image of a black hole. ആ black hole image ആണ് നമ്മൾ കുറച്ചു നേരം മുമ്പ് കണ്ടത്. Okay, so this is that image. Okay, and this is the anatomy of a black hole. We have event horizon. Okay, ഈ ബൗണ്ടറി റീജിയൻ ആണ് ഇവന്റ് ഹൊറൈസൺ. ആ ഇവന്റ് ഹൊറൈസണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു വസ്തുവിനും ബ്ലാക്ക് ഹോളിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ സാധിക്കത്തില്ല. Okay, and what do you mean by singularity? The very center of a black hole where general relativity breaks down and gravity becomes infinite. Okay, infinite gravity feel ഉണ്ടാകുന്ന സ്ഥലമാണ് സിംഗുലാരിറ്റി. ജനറൽ റിലേറ്റിവിറ്റി തിയറി ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്രാവിറ്റി ഇൻഫിനിറ്റ് ആകുന്ന ഒരു പോയിന്റ് ആണ് സിംഗുലാരിറ്റി എന്ന് പറയുന്ന പോയിന്റ്. Okay, and this is accreditation disk swirling. Okay, എല്ലാ മാറ്ററും ഈവൻ ലൈറ്റ് എല്ലാം ബ്ലാക്ക് ഹോളിന്റെ അകത്തേക്ക് സ്വിർൾ ചെയ്ത് പോകുന്ന പോയിന്റ്, അതിനെയാണ് അക്രഡിഷൻ ഡിസ്ക് എന്ന് വിളിക്കുക. ടേംസ് മാത്രം അറിഞ്ഞിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് തന്നെയായിരുന്നു. ഇവന്റ് ഹൊറൈസൺ, സിംഗുലാരിറ്റി എന്ന് പറഞ്ഞ ടേംസ് ആണ് മെൻഷൻ ചെയ്തത്. അപ്പൊ അത് എന്തുമായി ബന്ധപ്പെട്ടാണെന്ന് മാത്രം അറിഞ്ഞിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. So next concept is neutron star. So what do you mean by a neutron star? Okay, so neutron stars are formed when a massive star run out of fuel and collapses. ഒരു വലിയ സ്റ്റാർ നമ്മൾ നേരത്തെ കണ്ടതുപോലെ സ്റ്റാർ റൺ ഔട്ട് ചെയ്യും അതിന്റെ ഫ്യൂൽ, അതിന്റെ തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നത് ഫ്യൂലിന്റെ സഹായത്തോടെയാണ്. ഹൈഡ്രജനും ഹീലിയം പോലുള്ള ഫ്യൂലിന്റെ സഹായത്തോടെയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നത്. എല്ലാ സ്റ്റാർസിലും അതാണ് സംഭവിക്കുന്നത്. അപ്പൊ ആ ഫ്യൂൽ അങ്ങ് തീർന്നു കഴിയുമ്പോൾ എന്ത് പറ്റും, ആ സ്റ്റാറിന്റെ എൻഡിലേക്ക് എത്തി ആ സ്റ്റാർ പിന്നെ കൊളാപ്സ് ചെയ്തേ പറ്റൂ. അപ്പൊ ന്യൂട്രോൺ സ്റ്റാർസ് ആർ ഫോംഡ് വെൻ എ മാസീവ് സ്റ്റാർ runs out of fuel and it collapses, and the very central region of the star, okay, അതായത് കോർ കൊളാപ്സ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ആ കോറിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രോട്ടോണിനെയും ഇലക്ട്രോണിനെയും ക്രഷ് ചെയ്ത് അത് ന്യൂട്രോൺ ആയിട്ട് മാറും. പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോൺ ആയിട്ട് മാറും. അപ്പൊ കോറിൽ ന്യൂട്രോൺ ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് ഇഫ് ദ കോർ ഓഫ് ദ കൊളാപ്സിംഗ് സ്റ്റാർ ഈസ് ബിറ്റ്വീൻ 1 and 3 solar masses,
These newly created neutrons can stop the collapse, leaving behind a neutron star. അതായത് മാസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ന്യൂട്രോൺ സ്റ്റാർ ഒക്കെ ഫോം ചെയ്യുന്നത്. അതായത് ഒരു സ്റ്റാറിന് ഒരു സ്റ്റാറിന് നമ്മുടെ സൂര്യന്റെ മാസമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. സൂര്യന്റെ മാസിന്റെ 1 to 3 ടൈംസ് അതിന്റെ ഇടയിലാണ് ആ പറയുന്ന സ്റ്റാറിന്റെ മാസെങ്കിൽ, അതിന്റെ മാസ് 1 to 3 സോളാർ മാസസ് ആണെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്റ്റാറിന്റെ കൊളാപ്സ്, കോർ കൊളാപ്സ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഒരു ന്യൂട്രോൺ സ്റ്റാർ ആയിട്ടായിരിക്കും അത് ഫോം ചെയ്യുക. ഓക്കെ, അപ്പോൾ 1 to 3 വരെ സോളാർ മാസസ് ഉള്ള ഒരു സ്റ്റാർ കൊളാപ്സ് ചെയ്യുകയാണെങ്കിൽ, അതിന്റെ കോർ കൊളാപ്സ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഫോംസ് എ ന്യൂട്രോൺ സ്റ്റാർ. ഇനി 3 സോളാർ മാസസിനേക്കാളും കൂടുതൽ മാസമുള്ള ഒരു സ്റ്റാർ ആണ് കൊളാപ്സ് ചെയ്യുന്നെങ്കിലോ, അത് കൊളാപ്സ് ചെയ്തൊരു ബ്ലാക്ക് ഹോൾ ആയിട്ട് മാറും. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സ്റ്റാറിന്റെ എൻഡ് ആണ്, ഒരു സ്റ്റാർ അതിന്റെ എൻഡിലേക്ക് വരുമ്പോഴാണ് ഒരു ബ്ലാക്ക് ഹോൾ ആയിട്ട് മാറുന്നത്. പക്ഷെ എല്ലാ സ്റ്റാർസും ഒരു ബ്ലാക്ക് ഹോൾ ആയിട്ട് മാറത്തില്ല. ഓക്കെ, ചില സ്റ്റാർസ് ന്യൂട്രോൺ സ്റ്റാർ ആയിട്ട് മാറും. ഫോർ എക്സാമ്പിൾ 1 to 3 സോളാർ മാസസ് ഉള്ള അതായത് നമ്മുടെ സൂര്യനേക്കാളും 2 ടൈംസോ 3 ടൈംസോ മാസ് ഉള്ള ഒരു സ്റ്റാർ കൊളാപ്സ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? അതൊരു ന്യൂട്രോൺ സ്റ്റാർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. വേറാസ് നമ്മുടെ സൂര്യനേക്കാളും 3 മടങ്ങിലധികം മാസ് ഉള്ള ഒരു സ്റ്റാർ കൊളാപ്സ് ചെയ്യുമ്പോൾ അത് സാധാരണയിൽ ഒരു ബ്ലാക്ക് ഹോൾ ആയിട്ട് മാറാനാണ് സാധ്യത. ഓക്കെ, സോ നെക്സ്റ്റ് കോൺസെപ്റ്റ് ഈസ്, what do you mean by a white dwarf? White dwarfs are stars that have burned up all of the hydrogen they once used as the nuclear fuel. ഓക്കെ, അപ്പോൾ എല്ലാ ഹൈഡ്രജനും ബേൺ അപ്പ് ചെയ്ത് കഴിഞ്ഞ സ്റ്റാർസ്, ആ സ്റ്റാർസിനെയാണ് സാധാരണഗതിയിൽ വൈറ്റ് ഡ്വാർഫ് എന്ന് വിളിക്കുന്നത്. പക്ഷെ ആ സ്റ്റാർസിന് ഹൈ ഡെൻസിറ്റി ആയിരിക്കും ഉണ്ടാവുക. When the hydrogen used as fuel vanishes and nuclear fusion slows, gravity causes the stars to collapse on itself into white dwarf. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ തീർന്നു കഴിഞ്ഞ, അതായത് ഹൈഡ്രജൻ എന്ന് പറഞ്ഞ ഫ്യൂവല് തീർന്നു കഴിഞ്ഞ് ഫ്യൂഷൻ ഇല്ലാതായി കഴിയുമ്പോൾ എന്ത് പറ്റും? ആ സ്റ്റാർ കൊളാപ്സ് ചെയ്ത്, ഗ്രാവിറ്റി അത് കൊളാപ്സ് ചെയ്യാൻ പ്രേരിപ്പിക്കും. അങ്ങനെ കൊളാപ്സ് ചെയ്ത് അതൊരു വൈറ്റ് ഡ്വാർഫ് ആയിട്ട് മാറും. ഓക്കെ, സോ വാട്ട് യു മീൻ ബൈ എ ബ്ലാക്ക് ഡ്വാർഫ്? Eventually, over tens or even hundreds of billions of years, a white dwarf cools until it becomes a black dwarf which emits no energy. Okay, അപ്പോൾ 10 അല്ലെങ്കിൽ 100 അല്ലെങ്കിൽ 10 100 ബില്യൺ ഇയേഴ്സ് കഴിയുമ്പോൾ എന്ത് പറ്റും? ഈ വൈറ്റ് ഡ്വാർഫ് കൂൾ ഡൗൺ ചെയ്ത് ഒരു ബ്ലാക്ക് ഡ്വാർഫ് ആയിട്ട് മാറും. ബ്ലാക്ക് ഡ്വാർഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി അത് എനർജി ഒന്നും എമിറ്റ് ചെയ്യുന്നില്ല. അതാണ് ബ്ലാക്ക് ഡ്വാർഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈറ്റ് ഡ്വാർഫ് ആയിരുന്ന സമയത്ത് അത് എനർജി റിലീസ് ചെയ്യുമായിരുന്നു. പക്ഷേ ബ്ലാക്ക് ഡ്വാർഫ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നെ എനർജി റിലീസ് ചെയ്യാൻ സാധിക്കത്തില്ല. അതായത് ടെക്നിക്കലി അതിന് എനർജി ഒന്നും ബാക്കിയില്ല. അതാണ് ബ്ലാക്ക് ഡ്വാർഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. പക്ഷേ യൂണിവേഴ്സിലെ, ബിക്കോസ് ദ യൂണിവേഴ്സ് ഓൾഡസ്റ്റ് സ്റ്റാർസ് ആർ ഓൺലി അബൌട്ട് 10 to 20 ബില്യൺ ഇയേഴ്സ് ഓൾഡ്, ദർ ആർ നോ നോൺ ബ്ലാക്ക് ഡ്വാർഫ്. അപ്പോൾ ഇതുവരെ നമുക്ക് ബ്ലാക്ക് ഡ്വാർഫുകളൊന്നും ഡിറ്റക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം യൂണിവേഴ്സിലെ എല്ലാ സ്റ്റാർസും തന്നെ 10 to 20 ബില്യൺ ഇയേഴ്സ് ഓൾഡ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് കോൺസെപ്റ്റ് ഈസ് ചന്ദ്രശേഖർ ലിമിറ്റ്. ഓക്കെ, ഇപ്പൊ ചന്ദ്രശേഖർ ലിമിറ്റ് പേരിൽ തന്നെ അറിയാം, ഒരു ഇന്ത്യക്കാരനാണ് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ വംശജനാണ്. അദ്ദേഹം ഒരു ആസ്ട്രോഫിസിസ്റ്റ് ആണ്. ഓക്കെ, in Chandrasekhar limit in astrophysics, maximum mass theoretically possible for a stable white dwarf. അതായത് ചന്ദ്രശേഖർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ആസ്ട്രോഫിസിക്സിൽ ഒരു സ്റ്റേബിൾ വൈറ്റ് ഡ്വാർഫ് ഫോം ചെയ്യാൻ മാക്സിമം എത്ര മാസ്, ആ സ്റ്റാറിന് എത്ര മാസ് വേണം എന്ന് തിയററ്റിക്കലി പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ചന്ദ്രശേഖർ ലിമിറ്റ് എന്ന് വിളിക്കുന്നത്. ദിസ് ലിമിറ്റിംഗ് വാല്യൂ വാസ് നെയിംഡ് ആഫ്റ്റർ ദ ഇന്ത്യൻ ബോൺ ആസ്ട്രോഫിസിസ്റ്റ് സുബ്രഹ്മണ്യ ചന്ദ്രശേഖർ, who formulated it in 1930, and Chandrasekhar showed that it is impossible for a white dwarf star to be stable if its mass is greater than 1.44 times the mass of the sun. And Chandrasekhar ലിമിറ്റിലൂടെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? നമ്മുടെ സൂര്യനേക്കാളും 1.44 ടൈംസ് മാസ് ഉള്ള ഒരു സ്റ്റാറിന്, ഓക്കെ, ആ സ്റ്റാറിന്, അതായത് ഒരു വൈറ്റ് ഡ്വാർഫ് സ്റ്റാറിന് സ്റ്റേബിൾ ആയിട്ട് ഇരിക്കാൻ സാധിക്കത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. Okay, a white dwarf with a mass greater than the Chandrasekhar limit must become either a neutron star അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഹോൾ ആകണം. ഓക്കെ, അദ്ദേഹം പറഞ്ഞത് എത്രയാണ്? ചന്ദ്രശേഖർ ലിമിറ്റിനേക്കാളും മാസ് കൂടുതലുള്ള ഒരു വൈറ്റ് ഡ്വാർഫ് സ്റ്റാറിന് ഒന്നല്ലെങ്കിൽ ഒരു ന്യൂട്രോൺ സ്റ്റാർ ആയിട്ട് മാറുക, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഹോൾ ആയിട്ട് മാറാനേ നിവൃത്തിയുള്ളൂ. കാരണം 1.44 ടൈംസ് മാസ്, സൂര്യനേക്കാളും 1.44 ടൈംസ് മാസ് കൂടുതലുള്ള വൈറ്റ് ഡ്വാർഫ് സ്റ്റാറിന് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ സാധിക്കത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
അപ്പോൾ സ്റ്റേബിൾ അല്ലെങ്കിൽ എന്ത് ചെയ്യും, അതിന്റെ കോർ കൊളാപ്സ് ചെയ്ത് either അതൊരു ന്യൂട്രോൺ സ്റ്റാർ ആയിട്ട് മാറും അല്ലെങ്കിൽ അതൊരു ബ്ലാക്ക് ഹോൾ ആയിട്ട് മാറും. ഓക്കെ, സോ ദിസ് ഈസ് സുബ്രഹ്മണ്യ ചന്ദ്രശേഖർ ആൻഡ് ദിസ് ഈസ് ചന്ദ്ര എക്സ്റേ ടെലിസ്കോപ്പ്. ഓക്കെ, നാസ ലോഞ്ച് ചെയ്ത ഒരു എക്സ്റേ ടെലിസ്കോപ്പ് ആണ് ചന്ദ്ര എക്സ്റേ ടെലിസ്കോപ്പ്. അത് സുബ്രഹ്മണ്യ ചന്ദ്രശേഖറിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് കോൺസെപ്റ്റ് ഈസ് സൂപ്പർനോവ. നമ്മൾ നേരത്തെ ഒന്ന് മെൻഷൻ ചെയ്തിരുന്നു. സോ വാട്ട് യു മീൻ ബൈ എ സൂപ്പർനോവ? എ സൂപ്പർനോവ ഈസ് വാട്ട് ഹാപ്പൻസ് വെൻ എ സ്റ്റാർ ഹാസ് റീച്ച്ഡ് ദ എൻഡ് ഓഫ് ഇറ്റ്സ് ലൈഫ് ആൻഡ് എക്സ്പ്ലോഡ്സ് ഇൻ എ ബ്രില്യൻറ്റ് ബേസ്റ്റ് ഓഫ് ലൈറ്റ്. അപ്പോൾ ഒരു സ്റ്റാർ അത് ഫ്യൂലൊക്കെ തീർന്ന് അതിന്റെ ലൈഫിന്റെ എൻഡിലേക്ക് വരുമ്പോൾ എന്ത് പറ്റും, ആ സ്റ്റാർ എക്സ്പ്ലോഡ് ചെയ്യും. എക്സ്പ്ലോഡ് ചെയ്യുമ്പോൾ ഒരു ബ്രില്യൻറ്റ് ബേസ്റ്റ് ഓഫ് ലൈറ്റ് ഒക്കെ അത് എമിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ എക്സ്പ്ലോഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് സൂപ്പർനോവ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സൂപ്പർനോവ ക്യാൻ ബ്രീഫ്ലി ഔട്ട്ഷൈൻ ദ എൻറ്റയർ ഗാലക്സീസ് ആൻഡ് റേഡിയേറ്റ് മോർ എനർജി ദാൻ അവർ സൺ ആൻഡ് വിൽ ഇൻ ഇറ്റ്സ് എൻറ്റയർ ലൈഫ് ടൈം. അപ്പോൾ ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് ഒരു സൂപ്പർനോവ എക്സ്പ്ലോഷന്റെ ഒറിജിനൽ ഫോട്ടോഗ്രാഫാണ്. അപ്പോൾ അത്രയും ബ്രൈറ്റ് ആയിട്ടാണ് ഒരു സൂപ്പർനോവ എക്സ്പ്ലോഷൻ നടക്കുന്നത്. Okay, and a white dwarf exceeding Chandrasekhar limit undergoes supernova explosion. Okay, അപ്പോൾ ഒരു വൈറ്റ് ഡ്വാർഫ് സ്റ്റാർ ചന്ദ്രശേഖർ ലിമിറ്റിനെ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അതൊരു സൂപ്പർനോവ എക്സ്പ്ലോഷനിലേക്ക് പോകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് അല്ലെങ്കിൽ ജെയിംസ് വെബ് ടെലിസ്കോപ്പ്. It is also considered as successor of the Hubble telescope. It is the most powerful X-ray telescope by NASA. It will help in the study of formation of galaxies, stars and exoplanets. Choose the correct statements. 1 only, 1 and 3, 1 and 2, 1, 2 and 3. It is considered as a successor of Hubble telescope. It is the most powerful X-ray telescope by NASA. It will help in the study of formation of galaxies, stars and exoplanets. Okay, so the answer is option B, 1 and 3. Option statement 2 തെറ്റാണ്. കാരണം ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ഒരു ഇൻഫ്രാറെഡ് ടെലിസ്കോപ്പ് ആണ്. Okay, it is not an X-ray telescope. It is an infrared telescope by NASA. അത് ഹബിൾ ടെലിസ്കോപ്പിന്റെ ഒരു സക്സസർ ആയിട്ടാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. ഗാലക്സീസിനെ കുറിച്ചും സ്റ്റാർസിനെ കുറിച്ചും എക്സോപ്ലാനറ്റ്സിനെ കുറിച്ചും ഒക്കെ സ്റ്റഡി ചെയ്യാനും ഫോട്ടോഗ്രാഫ് എടുക്കാനും ഒക്കെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ അത് ഇൻഫ്രാറെഡ് സ്പെക്ട്രത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ടെലിസ്കോപ്പാണ്. ഓക്കെ, സോ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ്. ദിസ് ഈസ് ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ്. ഓക്കെ, ലഗ്രാഞ്ചെ 2 പോയിന്റിലേക്കാണ് ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പിനെ ലോഞ്ച് ചെയ്യുന്നത്. ലഗ്രാഞ്ചെ പോയിന്റ് എന്താണെന്ന് ബേസിക്കലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. സോളാർ സിസ്റ്റം എന്ന് പറയുന്ന സെഷനിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ലഗ്രാഞ്ചെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, രണ്ട് ആസ്ട്രോണമിക്കൽ ബോഡീസ്, ഫോർ എക്സാമ്പിൾ എർത്തും സണ്ണും എന്ന് പറയുന്ന രണ്ട് ആസ്ട്രോണമിക്കൽ ബോഡീസിന്റെ ഇടയിൽ വരുന്ന പോയിന്റ് ആണ്. അതായത് എർത്തിന്റെയും സണ്ണിന്റെയും ഗ്രാവിറ്റി ക്യാൻസൽ ഔട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബാലൻസ് ചെയ്യപ്പെടുന്ന പോയിന്റുകളാണ് ലഗ്രാഞ്ചെ പോയിന്റ്. എർത്തും സണ്ണെന്ന് മാത്രമല്ല, രണ്ട് ഏത് ആസ്ട്രോണമിക്കൽ ബോഡീസ് ആണെങ്കിലും രണ്ട് ഹെവി ആസ്ട്രോണമിക്കൽ ബോഡീസിന്റെ ഗ്രാവിറ്റീസ് തമ്മിൽ ബാലൻസ് ചെയ്യപ്പെടുന്ന, ഏകദേശം ബാലൻസ് ചെയ്യപ്പെടുന്ന പോയിന്റ്സ് ആണ് ലഗ്രാഞ്ചെ പോയിന്റ്. അതുകൊണ്ട് തന്നെ ലഗ്രാഞ്ചെ പോയിന്റിൽ ഗ്രാവിറ്റി ബാലൻസ് ചെയ്യപ്പെടുന്നത് കൊണ്ട് അവിടെ ഒരു സാറ്റലൈറ്റോ ഒരു സ്പേസ് പ്രോബോ പ്ലേസ് ചെയ്താൽ നമുക്ക് അത്യാവശ്യം ഫ്യൂവൽ കൺസർവ് ചെയ്യാൻ പറ്റും, എഫിഷ്യൻ്റ് ആയിട്ട് ആ പറയുന്ന, അതായത് ടെക്നിക്കലി എർത്തിൽ നിന്ന് നമ്മൾ എർത്തിൽ നിന്ന് പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ, എർത്തുമായിട്ട് കമ്പയർ നോക്കുമ്പോൾ എർത്തിൽ നിന്ന് പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ നമുക്കത് തോന്നും. ആക്ച്വലി നമുക്ക് സാധാരണ ഒരു ടെലിസ്കോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട അത്ര ഫ്യൂവലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ലഗ്രാഞ്ചെ പോയിന്റിലേക്ക് ഒരു ടെലിസ്കോപ്പ്, ഒരു സ്പേസ് ക്രാഫ്റ്റ്, ഒരു സാറ്റലൈറ്റ് പ്ലേസ് ചെയ്താൽ നമുക്ക് ആവശ്യം വരത്തില്ല. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യാനും സാധിക്കും ലഗ്രാഞ്ചെ പോയിന്റിലേക്ക് ഒരു സ്പേസ് പ്രോബ് നമ്മൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ, ഒരു സാറ്റലൈറ്റ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ. Okay, that's it. So you can subscribe or for all Unacademy Plus courses using my referral code PaulsonSarLive and get 10% off. അപ്പോൾ ബേസിക്കലി ഇങ്ങനെയുള്ള ടേംസും ആ ടേംസിന്റെ
കാര്യങ്ങൾ, അതായത് ബേസിക്കലി ആ കാര്യങ്ങൾ എന്താണെന്നുമുള്ളൊരു അറിവാണ് നമുക്ക് എക്സാം പെർസ്പെക്റ്റീവിൽ വേണ്ടത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആവശ്യമില്ല. എക്സാം പെർസ്പെക്റ്റീവിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. We can see next time. So thank you.